യേശുവെ സ്തുതി, യേശുവെ മഹത്വം. പരിശുദ്ധ തൃത്വത്തെ പറ്റി ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ പറയാനുള്ളത്, നമ്മുടെ മനസാക്ഷി ആദ്യം ഒന്ന് ഫ്രീ ആക്കി വയ്ക്കുക. നമുക്ക് പല ബോധ്യങ്ങളും ഇതാണ് തൃത്വം എന്നൊക്കെ രീതിയിൽ പലതും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കയറി കിടക്കുന്നുണ്ടാവും. അതൊക്കെ മാച്ചിടയാ. ആദ്യം ഇത് നമുക്ക് കേൾക്കാം. ഹല്ലേലൂയ, യേശുവേ നന്ദി. പരിശുദ്ധ തൃത്വം എന്ന് പറയുന്നത് ബൈബിളിലൊരു വചനം, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങൾ സ്നാനം കൊടുക്കുവിൻ. ഈശോ പറയുന്നൊരു കാര്യമാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. നാമങ്ങളിൽ നിന്നാണോ പറഞ്ഞത്? അല്ല, നാമത്തിൽ. നമ്മുടെ വിശുദ്ധ കുർബാനയ്ക്ക് മധ്യേ വായിക്കുന്ന പ്രാർത്ഥനകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കർത്താവായ ദൈവമേ അങ്ങയുടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന തുടങ്ങിയിട്ട് അവസാനിക്കുന്നത് എങ്ങനെയാ? നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. അപ്പൊ കർത്താവായ ദൈവമേ എന്ന് വിളിച്ചു ഒറ്റ പ്രാവശ്യം. ഒരാളെ വിളിക്കുന്നത് മൂന്നായിട്ടാണ് പറയുന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നമ്മൾ ത്രൈശുദ്ധ കീർത്തനം എന്ന് പറയും. പരിശുദ്ധൻ 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 3 പ്രാവശ്യമാണ് പരിശുദ്ധൻ എന്ന് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ പാടിയിടുന്നതിന് ഹല്ലേലൂയ 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 എത്ര പ്രാവശ്യം പറഞ്ഞു? 3 പ്രാവശ്യം. ഹല്ലേലൂയ 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 സമാധാനം നമ്മോടുകൂടെ എത്ര പ്രാവശ്യം പറഞ്ഞു? 3 പ്രാവശ്യം. ഇത് 3 ദൈവങ്ങളല്ല, ഒരു ദൈവം 3 ആയിട്ടാണ് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ഇനി പരിശുദ്ധ തൃത്വം എന്താണെന്ന് പറയാൻ പോകുന്നത്. ഇതിനെ കുറച്ച് മനസ്സിലാക്കുന്ന ഒരു ദൈവം 3 ആളുകളിൽ വസിക്കുന്നു. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് 3 ആളുകളിൽ എത്ര ദൈവം വസിക്കുന്നു? ഒരു ദൈവമേ ഉള്ളൂ. ഒരു ദൈവമാണ് 3 ആളുകളിലാണ് ആയിരിക്കുന്നത്. ഇതാണ് പരിശുദ്ധ തൃത്വം. ഇതിന് പറയുന്ന ഇപ്രകാരമാണ്. 3 കാര്യങ്ങൾ നമ്മൾ അറിയണം. സത്ത, ഉപസ്ഥിതി, ബന്ധം. 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? സത്ത, ഉപസ്ഥിതി. ഹൈപ്പോസ്റ്റാസിസ് എന്നതിന്റെ മലയാള പദമാണ് ഉപസ്ഥിതി. ഹൈപ്പോസ്റ്റാസിസ് എന്നുള്ള പദമാണ് സാധാരണ ഉപയോഗിക്കുക. ആളത്വം എന്ന പദം ഉപയോഗിക്കും. സത്ത, ഹൈപ്പോസ്റ്റാസിസ്, ബന്ധം. 3 കാര്യങ്ങൾ നമ്മൾ പ്രധാനപ്പെടുകയാണ്. CCC 251 മുതലുള്ള വിഷയങ്ങളാണ്. സത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ദൈവമേ ഉള്ളൂ. അതുകൊണ്ട് ദൈവത്തിന് ഒരു സത്തയേ ഉള്ളൂ. എന്റെ പേര് ജിൻഡോ. എനിക്ക് എത്ര സത്തയുണ്ട്? ഒറ്റ സത്തയേ ഉള്ളൂ. അതെന്താണ്? ജിൻഡോനെസ്. ഞാൻ വേറെ ആളാവില്ല. ഞാനാണ്. ഞാൻ ചിന്തിക്കുന്നു. ഞാൻ ചിന്തിക്കുന്നു എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണേ, ചിന്തിക്കുന്നത് ആരാണ്? ഞാൻ. ഈ ഞാൻ എന്ന് പറയുന്നതാണോ ചിന്തയാണോ ഞാൻ? അതോ ഞാൻ ചിന്തിക്കുകയാണോ ചെയ്യുന്നത്? ഞാൻ ചിന്തിക്കുന്നു. അപ്പൊ ഞാൻ എന്ന് പറയുന്ന ഒരു സത്തയുണ്ട്. ഈ സത്തയാണ് ചിന്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ബുദ്ധമതത്തിന്റെ പ്രത്യേകത ചിന്തിക്കുന്നു. ചിന്ത. ഞാനില്ലാതെയാണ്. അതിന് നിരീശ്വരവാദത്തിന്റെ തുടക്കം. ഞാൻ എന്ന് പറയുന്നൊരു അസ്തിത്വം ഇല്ല. ചിന്തിക്കുന്നു എന്താണോ ആ ചിന്തയാണ് ഞാൻ എന്ന് പറയുന്നത് നിരീശ്വരവാദം. ബുദ്ധമതത്തിൽ അങ്ങനെ തന്നെ പറയുന്നത്. പക്ഷെ ഞാൻ ചിന്തിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ എന്ന് പറയുന്നൊരു അസ്തിത്വം കൂടി ഉണ്ട്. അതാണ് ചിന്തിക്കുന്നത്. അപ്പൊ ഞാനൊരു മായാവിയാണെന്ന് കരുതുക. അപ്പൊ ഞാൻ എന്ത് ചെയ്യുകയാണ്? എന്റെ ശരീരം ഉപേക്ഷിച്ചിട്ട് വേറൊരു ശരീരത്തിലേക്ക് പരകായ പ്രവേശനം നടത്തി. വെറുതെ ചിന്തിക്കാൻ പറയും. ഞാനിവിടെ നിൽക്കുന്നു, ഞാനിവിടെ നിന്ന് അവന്റെ ഉള്ളിലേക്ക് പരകായ പ്രവേശനം നടത്തി. എന്നിട്ട് അവിടെ ചെയ്യുമ്പോൾ അത് ചെയ്യുന്നത് ആരാണ്? ജിൻഡോ ആണോ? ആ വ്യക്തിയാണോ? മനസ്സിലായോ? ജിൻഡോ ആണ്. അപ്പൊ ഞാനെന്ന വ്യക്തി എന്ന് പറഞ്ഞ അസ്തിത്വം എനിക്കുണ്ട്. അതിപ്പോ എന്റെ ഈ ശരീരത്തിൽ നിലകൊള്ളുന്നേ ഉള്ളൂ. മനസ്സിലായോ? ഞാനെന്ന് പറയുന്ന വ്യക്തി കൂടി ഉണ്ട്. അതിപ്പോൾ ആയിരിക്കുന്നത് എൻ്റെ ഈ ശരീരത്തിലാണ്.
അത് ഞാൻ മരിക്കുമ്പോൾ ഈ ശരീരം വിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങും, ഞാൻ വേറെ നിൽക്കുന്നുണ്ടാവും. അപ്പൊ ഞാനെന്ന് പറയുന്ന വസ്തുത ഞാൻ മരിച്ചാലും തുടരും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അങ്ങനെ അസ്തിത്വം, സത്ത എന്ന് പറയുന്നത്, ഞാൻ എന്ന് പറയുന്ന സത്തയുണ്ട് എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഞാനാണ്. അപ്പൊ എന്റെ സത്ത എന്താണെന്ന് ചോദിച്ചാൽ ജിൻഡോനസ്. പിന്നെ കുറച്ചുകൂടി ലിബറൽ ആയിട്ട് പറയാം, മനുഷ്യനാണ് ഞാൻ. പിന്നെ കുറച്ചുകൂടി പറഞ്ഞാൽ പുരുഷനാണ് ഞാൻ, മനുഷ്യനാണ് ഞാൻ. എല്ലാ പുരുഷന്മാരും ഞാനാവോ? ഞാനാവും. എല്ലാ മനുഷ്യന്മാരും ഞാനാവോ? അപ്പോൾ ഞാനെന്ന് പറഞ്ഞ സത്തോടെയുണ്ട് ഇല്ലേ? ഇതാണ് ഞാൻ. ക്ലിയർ ആയല്ലോ? ഈ ഞാൻ ഒരു ഹൈപ്പോസ്റ്റാസിസിൽ, ഒരു ഉപസ്ഥിതി, ഒരു ആളത്തിൽ നിൽക്കുകയാണ്. അത് നിങ്ങൾ കാണുന്ന ഈ ശരീരം. അപ്പൊ ഞാൻ എവിടെയാ? ജിൻഡോ എവിടെയാ? എൻ്റെ ഈ ശരീരത്തിലാണ്, ഇതിൽ നിലനിൽക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്രയും മനസ്സിലായല്ലോ. ഇനി ദൈവം എന്ന് പറയുമ്പോൾ ദൈവം ഒരു സത്തയേ ഉള്ളൂ. അത് കാരണം ദൈവം ഒരാളെ ഉള്ളൂ, ഒരു സത്തയേ ഉള്ളൂ. അതുകൊണ്ട് ദൈവം ഒരാളേ ഉള്ളൂ. ദൈവം 3-4 ദൈവങ്ങളൊന്നുമില്ല, ഒറ്റ ദൈവമേ ഉള്ളൂ. ആ ദൈവം 3 ആളത്വങ്ങളിൽ നിലകൊള്ളുന്നുണ്ട്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് 3 ആളത്വങ്ങളിൽ നിലകൊള്ളുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനെന്ന് പറയുന്ന ജിൻഡോ ഒരു ശരീരത്തിൽ മാത്രം നിലകൊള്ളുന്നു എങ്കിൽ ദൈവം പക്ഷെ 3 ആളത്വങ്ങളിലാണ് നിലകൊള്ളുന്നത്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഒന്നാമത്തെ ആളുടെ പേര് പിതാവ്, രണ്ടാമത്തെ ആളുടെ പേര് പുത്രൻ, മൂന്നാമത്തെ ആളുടെ പേര് പരിശുദ്ധാത്മാവ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതാണ് പരിശുദ്ധ തൃത്വം. ഇനി ഈ 3 ആളുകളും, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, 3 ആളുകൾക്ക് ഒരു ബന്ധമുണ്ട്. ബന്ധം എന്ന് പറയുന്നത് ഇപ്രകാരമാണ്: പിതാവ് പുത്രനിലും പരിശുദ്ധാത്മാവിനും, പുത്രൻ പിതാവിനും പരിശുദ്ധാത്മാവിനും, പരിശുദ്ധാത്മാവ് പിതാവിനും പുത്രനിലും. ഇതാണ് അതിന്റെ ബന്ധം. പിതാവായ ദൈവം പുത്രനിലും പരിശുദ്ധാത്മാവിനും സ്ഥിതി ചെയ്യും, പുത്രൻ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്ഥിതി ചെയ്യും, പരിശുദ്ധാത്മാവ് പിതാവിനും പുത്രനിലും സ്ഥിതി ചെയ്യും. ഇതിനാണ് ബന്ധം എന്ന് പറയുന്നത്. ഇത് എങ്ങനെ സ്ഥിതി ചെയ്യും? ഇപ്പൊ നമ്മൾ പറഞ്ഞപ്പോ ഫോട്ടോ എടുത്ത പോലെ ഇങ്ങനെയല്ല. അത് പെരിക്കോർസിസ് എന്ന് പറയും. അനന്തമായ 3 വ്യക്തികളുടെ അനന്തമായ ഐക്യമാണ് പെരിക്കോർസിസ് എന്ന് പറഞ്ഞാൽ പിതാവ് ഒരേ സമയം പുത്രനിലും പരിശുദ്ധാത്മാവിലേക്കും ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. അപ്പൊ പുത്രൻ അതേ സമയം തന്നെ പരിശുദ്ധാത്മാവിലേക്കും പുത്രനിലേക്കും ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവ് പിതാവിലേക്കും പുത്രനിലേക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അനന്തമായ 3 വ്യക്തികൾ, അനന്തമായ ഐക്യം. ഹല്ലേലൂയ. ഇപ്പൊ പിതാവ് എവിടെയാ? പുത്രനിലും പരിശുദ്ധാത്മാവിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പുത്രൻ എന്താ ചെയ്യുന്നത്? പിതാവിലേക്കും പരിശുദ്ധാത്മാവിലേക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് എന്താ ചെയ്യുന്നത്? പിതാവിനും പുത്രനിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തതിനുള്ളിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇതാണ് അതിന്റെ ബന്ധം. ഇപ്പൊ നമുക്കറിയാൻ വേണ്ടി ഉദാഹരണം പറയാം. എന്റെ ആത്മാവ് എന്റെ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നു. എന്റെ ശരീരം എന്റെ ആത്മാവിലാണ്, അല്ലേ? എന്റെ കൈ അവിടുന്ന് മുറിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ നിന്ന് എന്റെ കൈ അറ്റുപോയി, അതിന് ജീവനില്ലാതെ. എന്റെ ആത്മാവ് ആ കയ്യിലുണ്ടാവോ? ഇല്ല. ആത്മാവ് ഇവിടെ ഇരിക്കുന്നത് ശരീരത്തിലാണ്. ശരീരത്തിൽ നിന്ന് വിട്ടുപോയി അതിലില്ല. അപ്പൊ എന്റെ ശരീരത്തിനുള്ളിൽ ആത്മാവുണ്ട്. എവിടെ ആത്മാവ്? ശരീരത്തിൽ മുഴുവനാണ്. തലയാണോ ആത്മാവ്? നെഞ്ചിലാണ് ആത്മാവ്? ശരീരത്തിൽ മുഴുവനാണ് ആത്മാവ്. ആത്മാവ് ശരീരത്തിലും ശരീരം ആത്മാവിലും ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്ന് പറയുന്ന ഒരു ഉദാഹരണമാണ്. പക്ഷെ അത് കംപ്ലീറ്റ് അല്ല. ഈ പറഞ്ഞ ഉദാഹരണം കംപ്ലീറ്റ് അല്ല. പിതാവ്, പുത്രനും പരിശുദ്ധാത്മാവും ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്ന് പറയും. ഇങ്ങനെ ഒന്നായിരിക്കുന്നു, വേർതിരിക്കാൻ പറ്റാത്തവണ്ണം ഒന്നായിരിക്കും. ഹല്ലേലൂയ. ഇതാണ് ഇതിന്റെ ഫിലോസഫിക്കൽ വേർഡുകൾ. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ നമുക്ക് കിളി പോയ പോലെയായി എന്ന് ചുരുക്കം, അല്ലേ? ഇനി ഇതിനെ കുറച്ചും കൂടി മനസ്സിലാക്കുന്ന രീതിയിലേക്ക് വരിക സംഭവം. ശ്രദ്ധിച്ചു. ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്നാണ് പറയുക. ഇനി നമ്മളിതിന് കുറച്ചും കൂടി മനസ്സിലാക്കുന്ന രീതിയിലേക്ക് വരികയാണ്. മനസ്സിലാക്കുന്ന രീതിയിലേക്ക് അത് ഇപ്രകാരമാണ്: ഞാനിവിടെ ആയിരിക്കുന്നു. അപ്പോൾ എൻ്റെ ജോലി സ്ഥലത്തേക്ക് എനിക്ക് പോകണം, എന്നെ കൊണ്ട് പറ്റുമോ? എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകണം, എന്നെ കൊണ്ട് പറ്റുമോ? പറ്റുകയില്ല. 2 സ്ഥലത്തേക്കും പോകാൻ എനിക്ക് പറ്റില്ല. ഞാൻ ഇവിടെ ആയിരിക്കും, കാരണം ഞാൻ ഈ സ്ഥലത്തിന് അതീതനാണ്. ഞാൻ ദൈവമാണെന്ന് കരുതുക. ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റുമോ? ദൈവമാണെങ്കിൽ പറ്റുമോ? ജോലി സ്ഥലത്തേക്ക് പോകാൻ പറ്റുമോ? പറ്റും. എന്താ കാരണം? ദൈവമാണ്. ദൈവം എങ്ങനെ പോകും?
അതായിരുന്നു. ദൈവം എങ്ങനെ പോകും? ദൈവം പോകാൻ പറ്റുന്ന സംഭവിച്ചു. ദൈവമാണ് പോയിരിക്കണം. അപ്പൊ ദൈവം എങ്ങനെ പോകും? അതും പറയണല്ലോ. ഇതിന് ബൈ ലൊക്കേഷൻ വിശുദ്ധന്മാര് അല്ലേ, ഒരേ സമയത്ത് രണ്ടു സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ട വിശുദ്ധന്മാരൊക്കെ ഉണ്ട് അല്ലേ? അതെങ്ങനെയാ? ബൈ ലൊക്കേഷനാണ്. എങ്ങനെയാണ്? ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ നിന്ന് അടുത്ത ആള് ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും. പുറത്തേക്ക് വന്നിട്ട് ആളെന്ത് ചെയ്യും? ആ സ്ഥലത്തേക്ക് പോകും. അപ്പൊ എത്ര ഞാൻ വിശുദ്ധനാണ്, ഞാൻ ബൈ ലൊക്കേഷൻ ചെയ്യാൻ പോകാന്ന് കരുതുക. ഞാൻ ഇവിടെ ആയിരിക്കുന്നു, സമയത്തേക്ക് ജോലി സ്ഥലത്തേക്ക് പോകണം. പിന്നെ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, ബൈ ലൊക്കേഷനുള്ള വരം തരണമേന്ന് പറഞ്ഞു. അതാ ഒരു ജിൻഡോ, ഈ ജിൻഡോന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നേരെ ബസ് പിടിച്ച് പോയി ജോലി സ്ഥലത്തേക്ക്. അപ്പൊ ഞാനിവിടെ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നു, വേറൊരു ജിൻഡോ വീട്ടിൽ പോയി കാര്യങ്ങൾ ചെയ്യുന്നു. ബൈ ലൊക്കേഷൻ അങ്ങനെയാണ്, വിശുദ്ധന്മാർ അങ്ങനെ ചെയ്തിരുന്നത് അല്ലേ? മറിയത്തിന്റെ സമയത്തല്ലേ? ഓക്കെ, അല്ലല്ല, അതുകൊണ്ടല്ല, അത് ഇരട്ടതാണ് തന്നെ. ഹല്ലേലൂയ. ഇത് വ്യക്തമായി മനസ്സിലായോ? ഞാനിവിടെ ആയിരിക്കുന്നു, ഒരാൾ എൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു, ജിൻഡോ തന്നെയാണ്, കംപ്ലീറ്റ് ജിൻഡോ ആണ്. പോയി ജോലി സ്ഥലത്തേക്ക് പോയി, ബൈ ലൊക്കേഷനാണ്. അപ്പൊ ഞാനങ്ങനെ പോയി. ദൈവത്തിനത് പറ്റും, ദൈവത്തിനത് പറ്റും. അപ്പൊ തിരിച്ചു വരുമ്പോഴോ, തിരിച്ചാ വ്യക്തി തിരിച്ചു വന്നു കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിലേക്ക് ഞാൻ കയറി പോവും. ഞാനേ ഉള്ളൂ. ഹല്ലേലൂയ. ഇത് ഞാൻ നിങ്ങൾക്ക് ആ ഇമേജ് കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി എന്താണ് ദൈവം എങ്ങനെ മൂന്നാവേണ്ട ആവശ്യം? അതുകൊണ്ട് പഠിക്കണം. ദൈവം തൃത്വമായി വെളിപ്പെടുന്നത് പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോഴും മനുഷ്യനെ രക്ഷിക്കുമ്പോഴാണ്. പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോൾ എന്താ? ദൈവം പ്രപഞ്ചം സൃഷ്ടിക്കുന്നു. അപ്പൊ ഇത് പ്രപഞ്ചമാണെന്ന് കരുതുക. ദൈവമാണെന്ന് കരുതുക. ഇത് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയാണ്. ഞാനിത് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. ഇത് പ്രപഞ്ചം, ഇത് ഞാൻ പ്രപഞ്ചത്തിന് പുറത്താണോ അകത്താണോ? ഞാൻ പ്രപഞ്ചത്തിന് പുറത്താണ്. ഇതല്ലേ പ്രപഞ്ചം. ഞാൻ എവിടെയല്ല നിൽക്കുന്നത്. ഞാൻ പ്രപഞ്ചത്തിന് പുറത്താണോ അകത്താണോ? പുറത്ത്. ഇത് ഉണ്ടാക്കണമെങ്കിൽ ഇതിന് പുറത്തുനിന്ന് ഉണ്ടാക്കണം, അകത്തുനിന്ന് ഉണ്ടാക്കാൻ പറ്റുമോ? മനസ്സിലാവുന്നുണ്ടോ? എല്ലാ മതങ്ങളിലും ദൈവം പ്രപഞ്ചത്തിന് അകത്താ. ക്രിസ്തു മതത്തിന് ദൈവം പ്രപഞ്ചത്തിന് പുറത്താണ്. കടലിനും മലയുടെ മുകളിലേക്ക് ദൈവങ്ങള്. പക്ഷെ നമ്മുടെ ദൈവം പ്രപഞ്ചത്തിന് പുറത്താണ്. ഇസ്ലാമിലും ദൈവം പുറത്താണ്, യഹൂദ മതത്തിലും ദൈവം പുറത്താണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പ്രപഞ്ചത്തിന് പുറത്തുള്ള ഞാൻ പ്രപഞ്ചമൊക്കെ ഉണ്ടാക്കി സൂപ്പറാക്കി വെച്ചിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് എനിക്ക് വരാൻ പറ്റുമോ? ഞാൻ ദൈവമാണ്, പ്രപഞ്ചത്തിന് പുറത്താണ് ഞാൻ നിൽക്കേണ്ടത്. അപ്പൊ എനിക്ക് പ്രപഞ്ചത്തിന് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റുമോ? ഞാൻ എന്റെ വീടൊക്കെ ഉണ്ടാക്കിയതിനു ശേഷം ഞാൻ പുറത്തുനിന്ന് കാണാണ്, കൊള്ളാൻ വീട്, എനിക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞ പിന്നെ ഞാൻ എന്തിനാ വീടുണ്ടാക്കിയത്? ദൈവം പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചതിന് ശേഷം ദൈവത്തിന്റെ പ്രപഞ്ചത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനത് ഉണ്ടാക്കി വെച്ചത്? അപ്പൊ പ്രപഞ്ചത്തിന്റെ അകത്തേക്ക് ഒരേ സമയം ദൈവത്തിന് പുറത്തുള്ള ദൈവത്തിന് അകത്തേക്ക് വരണം. പ്രപഞ്ചത്തിലേക്ക് കടന്നു വരുന്ന ദൈവം, പ്രപഞ്ചത്തിന് അതീതനായ ദൈവം, പുറത്തുള്ള ദൈവം, പ്രപഞ്ചത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ദൈവം എവിടേക്കുണ്ട്? പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നില്ലേ ദൈവം? ഇല്ലേ? അപ്പൊ ദൈവം പ്രപഞ്ചത്തിന് പുറത്തു നിൽക്കുന്നുണ്ട്, ദൈവം പ്രപഞ്ചത്തിനുള്ളിലേക്ക് കയറി വരുന്നുണ്ട്. പിന്നെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കും വേണം. ആകാശത്തിൽ ഞാൻ അന്വേഷിച്ചു, അവിടെയും ദൈവമുണ്ട്. ഭൂമി അടിഭാഗത്തേക്ക് പോയി, അവിടെയും കടലിന്റെ ആഴങ്ങളിലേക്ക് പോയി, അവിടെയും ദൈവമുണ്ട്. അപ്പൊ എല്ലായിടത്തും ദൈവമുണ്ട്. അപ്പൊ ദൈവം സർവ്വവ്യാപിയാണ്. ദൈവത്തിന്റെ ക്വാളിറ്റി അത് അല്ലേ? ദൈവം പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കും. അപ്പൊ മൂന്ന് കാര്യം പറഞ്ഞു. ഒന്ന്, ദൈവം പ്രപഞ്ചത്തിന് അതീതനായ ദൈവം, പ്രപഞ്ചത്തിന്റെ അകത്തേക്ക് വരുന്ന ദൈവം, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവം. എത്ര ദൈവം വേണം? മൂന്ന് ദൈവമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് പറഞ്ഞതിന് അർത്ഥമില്ലല്ലോ. ഞാനൊരു പ്രപഞ്ചം ഉണ്ടാക്കി വേറൊരു ദൈവം അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു എന്ന് പറഞ്ഞ എന്താ കാര്യം? മനസ്സിലാകും? ഒരു ദൈവം ഈ പ്രപഞ്ചം ഉണ്ടാക്കി വേറൊരു ദൈവം അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു എന്ന് പറഞ്ഞപ്പോ എനിക്ക് ദൈവം എന്തിനു കൊള്ളാം? ഒരു ദൈവമുള്ളൂ. ആ ദൈവം തന്നെ പ്രപഞ്ചത്തിന് പുറത്തും വേണം, പ്രപഞ്ചത്തിന് അകത്തേക്കും വരണം, പ്രപഞ്ചത്തിനുള്ളിൽ നിറഞ്ഞു നിൽക്കുകയും വേണം. ഹല്ലേലൂയ. പ്രപഞ്ചത്തിന് അതീതനായ ദൈവം പിതാവ്, പ്രപഞ്ചത്തിലേക്ക് വരുന്ന ദൈവം പുത്രൻ, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവം പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് വ്യക്തമായോ? ഇത് വ്യക്തമായോ? ഇതാണ് ദൈവത്തിന്റെ പ്രത്യേകത. അപ്പൊ ദൈവം പ്രപഞ്ചം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്
മൂന്നായി നിന്നതാണോ? അത് മൂന്നായത് കൊണ്ട് പ്രപഞ്ചം ഉണ്ടായതാണോ? ചോദ്യം മനസ്സിലായോ? പ്രപഞ്ചം ഉണ്ടാക്കാൻ വേണ്ടി ദൈവം ഇങ്ങനെ മൂന്നായി മാറിയതാണോ? അത് പ്രപഞ്ചം മൂന്നായത് കൊണ്ട് ദൈവം പ്രപഞ്ചം ഇങ്ങനെ ഉണ്ടാക്കിയതാണോ? ദൈവം ഒന്നുവരും പറയും. പ്രപഞ്ചം ഉണ്ടാക്കാൻ ദൈവം തീരുമാനിച്ചു, അപ്പോൾ ദൈവത്തിന്റെ ഉള്ളിൽ നിന്ന് അടുത്താൾ ഇറങ്ങി, അപ്പോൾ ദൈവത്തിന്റെ ഉള്ളിൽ നിന്ന് അടുത്താൾ ഇറങ്ങി, അങ്ങനെ ആയതാണോ? അത് ഇവരിങ്ങനെ ആയതുകൊണ്ട് പ്രപഞ്ചം ഉണ്ടായതാണ്? അവരങ്ങനെ ആയതുകൊണ്ട് പ്രപഞ്ചം ഉണ്ടാക്കിയത്. മനസ്സിലായോ? ദൈവം ഓൾറെഡി അങ്ങനെ തന്നെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ആയതുകൊണ്ട് പ്രപഞ്ചം ഉണ്ടായതാണ്. അപ്പോ എപ്പോഴും പ്രപഞ്ചം ഉണ്ടാകുന്നത്? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഫസ്റ്റ് ഉണ്ടായത് ഏതാ? ആദി, സമയം, ആദിയിൽ. അപ്പൊ അതിനു മുമ്പ്, ആദിക്ക് മുമ്പ് ആരുണ്ട്? ദൈവം. അപ്പൊ ആദി ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പൊ ആദിയിൽ ആരുണ്ട്? ദൈവമുണ്ട്. പിന്നെയാണ് ആദി ഉണ്ടാകുന്നത്, പിന്നെയാണ് ആകാശങ്ങളെ സൃഷ്ടിക്കുന്നത്, അദൃശ്യ ലോകം സൃഷ്ടിക്കുന്നത്, പിന്നെയാണ് ദൃശ്യ ലോകം സൃഷ്ടിക്കുന്നത്. അപ്പൊ ആദിയിൽ അല്ല, ആദിയിൽ സമയം ഉണ്ടാകുന്നതിന് മുമ്പ് എന്തുണ്ടോ അത് നിത്യമാണ്, അത് ദൈവമാണ്. സമയമായി യാതൊരു ബന്ധമില്ല അതിന്. നമ്മൾ തുടക്കം കുറിക്കുന്നു, അവസാനിക്കുന്നു പറഞ്ഞ് അതിന്റെ അർത്ഥം സമയമാണ്. സമയത്തിന് ബാധകമല്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞ സമയത്തിന് മുമ്പ് ഉണ്ടായിരിക്കണം. സമയത്തിന് മുമ്പ് എന്തുണ്ടോ അത് നിത്യമാണ്. അതിനെ പറയുന്ന പേരാണ് ആദിയും അന്തവും. ബൈബിൾ പറയും ഞാൻ ആദിയും അന്തവുമാണ് എന്ന് യേശു പറയുന്ന വചനമുണ്ട് വെളിപാടിന്റെ പുസ്തകത്തിൽ. എന്താ കാരണം? സമയം ഉണ്ടാകുന്നതിന് മുമ്പ് ആരുണ്ട്? ദൈവമുണ്ട്. അപ്പൊ പിതാവ് പുത്രനും പരിശുദ്ധാത്മാവും സമയം ഉണ്ടാകുന്നതിന് മുമ്പേ ഉണ്ട്. അതാണ് പ്രത്യേകത. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്രയും മനസ്സിലായല്ലോ. അപ്പൊ സമയം ഉണ്ടാകുന്നതിന് മുമ്പ് പിതാവ് പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ട്. പരിശുദ്ധാത്മാവിൽ പിതാവ് പുത്രനിലൂടെ പ്രപഞ്ചം സൃഷ്ടിക്കുകയും ചെയ്യണം. ഇനി എങ്ങനെയാണിത്? ഇപ്പോ സൃഷ്ടികർമ്മം എങ്ങനെയാണെന്നുള്ള കാര്യം, സൃഷ്ടികർമ്മം എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് നമ്മൾ വെറുതെ അതും ഇതൊന്നും ആലോചിച്ച് കഷ്ടപ്പെടണ്ട. നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നാൽ മതി. ഭാര്യ, ഭർത്താവ്, മക്കൾ, ചിന്തിച്ചാൽ മതി. ദൈവം എന്തിനാ ഈ പ്രപഞ്ചം ഉണ്ടാക്കിയേ? ഉത്തരത്തിലേ ഉള്ളൂ. നമ്മളെന്തിനാ നമ്മളെ മക്കളെ ഉണ്ടാക്കി? സ്നേഹം അല്ലേ? അപ്പന്റെ അമ്മയുടെ സ്നേഹത്തിന്റെ പരിണത ഫലമാണ് മക്കൾ. കരകവിഞ്ഞൊഴുകലാണ് മക്കൾ. പിതാവിനും പരിശുദ്ധാത്മാവിന്റെ സ്നേഹത്തിന്, ദൈവ സ്നേഹമായതുകൊണ്ട് ആ സ്നേഹത്തിന്റെ കരകവിഞ്ഞൊഴുകലാണ് പ്രപഞ്ച സൃഷ്ടി. എന്നാണ് ഉത്തരം. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ, വലതുകരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ഇനി ഒരു ദൈവം മൂന്ന് ആളത്വങ്ങൾ എങ്ങനെ ഉണ്ടായെന്ന് പറയാൻ പോവുകയാണ്. നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ പറയുന്നത് എന്താണ്? സർവശക്തനായ പിതാവും ആകാശത്തിന്റെ ഭൂമിയുടെ സൃഷ്ടാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ എത്ര ദൈവമുണ്ട്? ഒരു ദൈവം. ആ ദൈവത്തെ നമ്മൾ പിതാവെ എന്ന് വിളിക്കുക. ഈ പുത്രൻ ഉണ്ടാകുന്നത് എങ്ങനെയാ? പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും കർത്താവുമായ ഈശോ മിശിഹായിൽ വിശ്വസിക്കുന്നു. ഈശോ മിശിഹ സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ ഏക സത്തയും ആകുന്നു. ഇത്രയും പോയിന്റ് നമ്മൾ പറഞ്ഞു. ഇതെന്താ? ഇതിങ്ങനെ പറയുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേഷനാണ്, പക്ഷെ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. ഇത് മനസ്സിലാക്കാനായിട്ട് ബൈബിളിലെ മനുഷ്യന്റെ സൃഷ്ടിയെ പറ്റി പറയുമ്പോൾ ഭാഗമുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എങ്ങനെ സൃഷ്ടിച്ചു? സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്ങനെയാ സൃഷ്ടിച്ചത്? സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. ആദ്യം സൃഷ്ടിച്ചത് പുരുഷനെയാണ് സ്ത്രീയെയാണ്? മനുഷ്യനെ. പുരുഷനെയല്ല, സ്ത്രീയല്ല, മനുഷ്യനെ സൃഷ്ടിച്ചു. ആദത്തിന്റെ വായിലെടുത്ത് ദൈവം ഹവ്വയെ സൃഷ്ടിച്ചു.
അങ്ങനെ ഹവ്വ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ, ആദ്യം വാരിയിലെടുത്ത് ഹവ്വ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ആദം പുരുഷനായി, ഹവ്വ സ്ത്രീയായി. അതുവരെ പുരുഷനെ ബൈബിളിൽ പറയില്ല. ഉൽപ്പത്തി പുസ്തകത്തിലെ അതുവരെ മനുഷ്യൻ എന്നേ പറയൂ, പുരുഷൻ എന്ന് പറയില്ല. സ്ത്രീ വേർപെട്ടപ്പോൾ പുരുഷനായി, സ്ത്രീ സ്ത്രീയായി. ഹല്ലേലൂയ. ഇത് മനസ്സിലായോ? അപ്പൊ പുരുഷനിൽ നിന്നാണ് സ്ത്രീ ജനിച്ചത്, ശരിയല്ലേ? പുരുഷനിൽ നിന്നാണ് സ്ത്രീ ജനിച്ചത്, ഹവ്വ ജനിച്ചത്. മനുഷ്യനിൽ നിന്നാണ് സ്ത്രീ ജനിച്ചത്. ജനിച്ചപ്പോൾ ബാക്കിയുള്ള ഭാഗം പുരുഷനായി, ജനിച്ചത് സ്ത്രീയായി. അതുകൊണ്ടാണ് ഈക്വലാന്ന് പറയുന്നത്. പുരുഷനും സ്ത്രീയും ഈക്വലാണ്. അപ്പൊ സ്ത്രീ ഹവ്വയല്ലേ, ജനിച്ചതല്ലേ? അപ്പോ ആദ്യം ഉണ്ടായിരുന്ന ഭാഗത്തേക്കാളും ചെറുതാവണ്ടേ? അമ്മയിൽ നിന്ന് കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കുട്ടിയല്ലേ ചെറുത്, അമ്മ വലുതുമല്ലേ? അപ്പൊ മനുഷ്യനിൽ നിന്ന് സ്ത്രീ ഉണ്ടായി കഴിഞ്ഞാൽ പുരുഷൻ വലുതും സ്ത്രീ ചെറുതാവണ്ടേ? അങ്ങനെയാണോ? അല്ല. മനുഷ്യനിൽ നിന്ന് സ്ത്രീ ജനിച്ചു. അപ്പൊ ഇത് പുരുഷനും സ്ത്രീ രണ്ടുപേരും ഈക്വലാണ്, തുല്യരാണ്. ഇത് എന്തിനാ പറഞ്ഞെന്നറിയാമോ? ഇത് പരിശുദ്ധത്തെ പറ്റി പറയുന്നത്. പിതാവിൽ നിന്ന് അനാദിയിൽ, സമയമില്ലാത്ത കാലഘട്ടത്തിൽ, സമയമില്ലാത്തതിന് കാലഘട്ടം എന്ന് പറയാൻ പറ്റും നമുക്ക്? കാലഘട്ടം എന്ന് പറയുമ്പോൾ തന്നെ സമയമായി, നിത്യതയെ സൂചിപ്പിക്കുക. മനസ്സിലാവുന്നുണ്ടോ? എപ്പോഴും ഉണ്ടായിരുന്ന ഉത്തരവില്ല. അപ്പോൾ പിതാവിൽ നിന്ന് പുത്രൻ ജനിച്ചു. എങ്ങനെ? ആദത്തിൽ നിന്ന് ഹവ്വ ജനിച്ചതുപോലെ. എന്താ പറയാൻ കാരണം? ജനിച്ച വ്യക്തിയും അതിന് മുമ്പുള്ള വ്യക്തിയും ഈക്വലാണ്. സൃഷ്ടിയും ജനിച്ചു നമ്മൾ വ്യത്യാസം എന്താ? സൃഷ്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ, സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ആ സൃഷ്ടിച്ച വസ്തു മുമ്പുണ്ടോ? ഇല്ല. മനസ്സിലായോ പറഞ്ഞത്? ഇപ്പൊ ഞാനൊരു റോബോട്ടിനെ ഉണ്ടാക്കി, ഞാനൊരു കളിപ്പാവം ഉണ്ടാക്കി, ഞാൻ ഉണ്ടാക്കുന്നതിന് മുമ്പ് അതുണ്ടോ? ഇല്ല. എന്നാൽ ഒരു അമ്മയിൽ നിന്നൊരു കുട്ടി ജനിച്ചു, ജനിക്കുന്നതിന് മുമ്പ് കുട്ടിയുണ്ടോ? ഉണ്ടോ? അമ്മയുടെ തരത്തിലുണ്ട്. ഇതുപോലെ പിതാവിൽ നിന്ന് പുത്രൻ ജനിച്ചു. പുത്രൻ ജനിക്കുന്നതിന് മുമ്പ് പുത്രനുണ്ടോ? പിതാവിനുണ്ട്. പിതാവിൽ നിന്ന് പുത്രൻ ജനിച്ചു. സൃഷ്ടിക്കപ്പെട്ടതല്ല, സൃഷ്ടിയല്ല. സൃഷ്ടിയാണെങ്കിൽ മുമ്പ് ഉണ്ടാവാൻ പാടില്ല, അങ്ങനെ പ്രത്യേകത. സൃഷ്ടിയല്ല. പിതാവിൽ നിന്ന് പുത്രൻ ജനിച്ചു. സൃഷ്ടിക്കപ്പെടാത്തവനാണ്, ജനിച്ചവനാണ്, സൃഷ്ടിക്കപ്പെടാത്തവനാണ്. ആരാണ്? പിതാവാണോ വലുത്, പുത്രനാണോ വലുത്? ആദമാണോ വലുത്, ഹവ്വയാണോ വലുത്? രണ്ടുപേരും ഈക്വലാണ്. അതുപോലെ പിതാവിൽ നിന്ന് പുത്രൻ ജനിച്ചെങ്കിലും രണ്ടുപേരും ഈക്വലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കുടുംബത്തിലെ തൃത്വം. ഭാര്യ ഭർത്താവ് അത് ഈക്വൽ ആയിരിക്കണം. പിതാവ് പുത്രൻ പോലെ ആയിരിക്കണം, ഈക്വാലിറ്റി. അത് രണ്ടുപേരും എങ്ങനെ പറയുന്നത്? പുരുഷൻ മാതാപിതാക്കൾ വിട്ട് ഭാര്യയോട് ചേരുമ്പോൾ ഒറ്റ ശരീരമായിരിക്കും. എന്താ പറഞ്ഞ അർത്ഥം? അവർ ഒന്നാവണം, ഭാര്യയും ഭർത്താവും ഒന്നാവണം. കാരണം എന്താ? പിതാവും പുത്രനും ഒന്നാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിലാണ് ഒന്നായിരിക്കുന്നത്. അതുപോലെ ഭാര്യയും ഭർത്താവും കർത്താവിൽ, പരിശുദ്ധാത്മാവിൽ ഒന്നായിരിക്കണം. അതാണ് കുടുംബത്തിന്റെ രഹസ്യം. കുടുംബം കർത്താവ് സ്ഥാപിക്കുമ്പോൾ കർത്താവ് തന്നെ പോലെ തന്നെ സ്ഥാപിക്കുന്നത്, അല്ലാതെ വേറെ എവിടെ നിന്ന് പൊട്ടിപ്പൊളിച്ച് സ്ഥാപിക്കുന്നതല്ല. ദൈവം തന്നിൽ നിന്ന് തന്നെ കണ്ടെത്തിയിട്ടാണ്, തൃത്വത്തിൽ നിന്ന് തന്നെ കണ്ടെത്തിയിട്ടാണ് കുടുംബത്തെ സ്ഥാപിക്കുന്നത്. ഭാര്യ, ഭർത്താവ്, അതുപോലെ കർത്താവ്, മൂന്നാമത്തെ ആൾ കർത്താവാണ്. ഇതുപോലെയാണ് കർത്താവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. അപ്പൊ ഇത് ഭാര്യയും ഭർത്താവും രണ്ട് വ്യക്തികളാ. പക്ഷെ പിതാവും പുത്രനും പ്രത്യേകത ഒറ്റ വ്യക്തി, ഒരാളാണ്, ഒരു ദൈവമാണ്. രണ്ട് വ്യക്തികൾ ആളത്തങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു. ആളത്തം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മള് ഹൈപ്പോസ്റ്റാസിസ് എന്ന് പറയുന്നതും നമ്മൾ വ്യക്തി ആള് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരം എന്താണ്? ഇതൊരാള് രണ്ടുപേർക്കും രണ്ട് ചിന്തകൾ, രണ്ട് പേഴ്സണാലിറ്റി അല്ലേ? പക്ഷെ ഈ തൃത്വത്തെ പറ്റി പഠിപ്പിക്കുന്ന സമയത്ത് 3-ാം നൂറ്റാണ്ടില് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. അതിന് പറയുന്നത് തെർത്തുല്യനാണ് തൃത്വം എന്ന് പറഞ്ഞത്. തെർത്തുല്യം പറയുന്നത് നാടകത്തിലെ ഉപയോഗിക്കുന്ന, ഗ്രീക്ക് നാടകങ്ങളിലെ ആ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന സംഭവമുണ്ട്. ഒരു മുഖത്തിന്റെ ഒരു സംഭവം എടുക്കും, മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ ആ നടൻ ആണായി മാറി. പിന്നെ പെണ്ണിന്റെ ആണ് വെക്കണമെങ്കിൽ ആ നടൻ തന്നെ പെണ്ണായി മാറി. ആളത്തം എന്നത് ഉദ്ദേശിക്കുക, ആളത്തം.
തരത്തിൽ അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇത് എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും പിതാവ് ഒരു വ്യക്തി, പുത്രൻ വേറൊരു വ്യക്തി, പരിശുദ്ധാത്മാവ് വേറൊരു വ്യക്തി, മൂന്നാൾക്ക് മൂന്ന് തരം ചിന്തയുണ്ട് എന്നുള്ള കൺസെപ്റ്റില് നമ്മൾ മൂന്നാളുകളെ കൂട്ടിച്ചേർത്ത് ഒന്നാക്കി കഴിഞ്ഞാൽ തൃപ്തമാവില്ല. എന്തായി മാറും? ട്രൈത്തീസം എന്നുള്ള വാക്കായി മാറും. ഇതിലേക്ക് വീണ്ടും വരാം. അപ്പം പിതാവിൽ നിന്ന് പുത്രൻ ജനിച്ചു. അവന് മനസ്സിലായോ? പുത്രൻ ജനിച്ചു. അതെങ്ങനെയാണ്? പിതാവ് എങ്ങനെയാണോ അതേപോലെ തന്നെ പുത്രനും. പിതാവ് എങ്ങനെയാണോ അതുപോലെ തന്നെ സദൃശനാണ് പുത്രൻ. അതേപോലെ തന്നെ പിതാവ് ഇങ്ങനെ നിൽക്കുന്ന ഈ പുത്രൻ അരൂപിയാണ്, അതേപോലെ പുത്രൻ അരൂപിയാണ്. പിതാവ് പുത്രന് ഗാഠബന്ധമാണ്. ഇനി മൂന്നാമത്തെ ആളുടെ പ്രത്യേകത പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത, പരിശുദ്ധാത്മാവ് പുറപ്പെടുകയാണ്. സൂര്യനിൽ നിന്ന് പ്രകാശം പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവിടെ നിന്ന് പുറപ്പെട്ട് വ്യാപിക്കാൻ തുടങ്ങിയില്ലേ? സൂര്യപ്രകാശം വ്യാപിക്കുക ചെയ്യുന്നത്. ഇതേപോലെ ദൈവത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് പുറപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചം മുഴുവൻ അങ്ങോട്ട് വ്യാപിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവില്ലാത്ത സ്ഥലം മുഴുവൻ വ്യാപിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അപ്പൊ പിതാവിന്റെ പ്രത്യേകത എന്താ? പിതാവ് പ്രപഞ്ചത്തിന് അതീതനാണ്. പിതാവാണ് ജനിപ്പിച്ചത്. അതുകൊണ്ടാണ് നമ്മള് പിതാവ് ആരെ, പുത്രനാരെ, പരിശുദ്ധാത്മാവ് മൂന്നുപേരും ഒരു വലിയിരിക്കും. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. തിരിച്ചറിയാൻ എന്താ വഴി? അപ്പൊ ഇത് ജനിപ്പിച്ചത്, ഇത് ജനിച്ചത്, ഇത് പുറപ്പെട്ടത് ഒന്ന് വേർതിരിച്ചറിയാം. അത്രേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? പിതാവിന് പുത്രൻ ജനിച്ചു. അപ്പൊ ജനിച്ചത് പുത്രൻ. രണ്ട് ഈക്വലാണ്, മൂന്നും ഈക്വലാണ്. മൂന്ന് പേര് സമന്മാരാണ്. പക്ഷെ നമുക്ക് മൂന്നും ഒരേപോലെയാണ്. പക്ഷെ നമ്മൾ എങ്ങനെ തിരിച്ചറിയാണ്? ജനിച്ചത്, മൂന്നാമത്തത് പുറപ്പെട്ടത്. ഇത്രേ ഉള്ളൂ. ഇങ്ങനെ വേർതിരിച്ചറിയാൻ മാത്രം. മൂന്ന് അരൂപികൾ. ജനിപ്പിച്ചത്, പുറപ്പെട്ടത്. ജനിപ്പിച്ചത് ആരാ? പിതാവ്. ജനിച്ചത് ആരാ? പുത്രൻ. പുത്രൻ എന്ന് യേശുക്രിസ്തു ചിന്തിക്കരുതേ. അരൂപി എന്ന ലെവലില് പരിശുദ്ധ തൃത്വത്തെ പറ്റി പറയുന്നത്. യേശുക്രിസ്തു 2000 വർഷത്തിന് ശേഷം മനുഷ്യാവതാരം എടുക്കുന്നത്. വചനമാകുന്ന ദൈവം, അതൊക്കെ കൺസെപ്റ്റ് കേട്ടോ. ഒരിക്കലും യേശുക്രിസ്തു എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരരുത്. അതാണ് മാറ്റിവെക്കുക. യേശുക്രിസ്തു എന്നുള്ള വിഷയം മാറ്റിവെക്കുക. വചനമാകുന്ന ദൈവം, ഒരു അരൂപി. വചനം എന്നാണ് ബൈബിളിൽ പറയുന്നത്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു. ആരോടുകൂടെ? വചനം പുത്രനോട് കൂടെ, പിതാവിനോട് കൂടെ. വചനം ദൈവമായിരുന്നു. പുത്രനും ദൈവം തന്നെയാണ്. പിതാവ് പുത്രൻ കണ്ട ഇങ്ങനെ പറയും. ഇങ്ങനെ സകലതും അവനോട് സൃഷ്ടിക്കപ്പെട്ടു, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. ഹല്ലേലൂയ. അപ്പൊ പിതാവിന് അതേപോലെ തന്നെ പുത്രൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ ജനിച്ചത്, പുറപ്പെട്ടത്. ഇത് എപ്പോ സംഭവിച്ചു? സമയം ഉണ്ടാകുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാദിയിൽ. എപ്പോഴാണ് അതിന് ഉത്തരമില്ല. ജനിച്ചത് എപ്പോഴാണോ, പുറപ്പെട്ടത് എപ്പോഴാണോ എന്നുള്ള പറയുമ്പോൾ അതിന് ഉത്തരമില്ല. നമുക്കിത് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം എന്താണ്? സമയം ഉണ്ടാകുന്നതിന് മുമ്പ് ഇങ്ങനെ ഉണ്ടായി. അപ്പൊ നമുക്ക് ജനിച്ചത് എപ്പോഴാ, ജനിക്കുന്നതിന് മുമ്പ് ഉണ്ടോ, അങ്ങനൊരു ചോദ്യമേ ഇല്ല. ഇതാണ് ഇതിന്റെ വ്യത്യാസം. ഹല്ലേലൂയ. ഇനി ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിക്കുമ്പോ എങ്ങനെ സൃഷ്ടിക്കുന്നത്? പരിശുദ്ധാത്മാവ് ഇങ്ങനെ വ്യാപിക്കാൻ തുടങ്ങി. പിതാവ് പുത്രൻ വഴി സൃഷ്ടിക്കുകയാണ്. അപ്പൊ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുമ്പോ പുത്രനാണ് ഭൂമിയിലേക്ക്, പ്രപഞ്ചത്തിലേക്ക് എന്താണോ സൃഷ്ടിക്കുന്നത് ആ സൃഷ്ടി വസ്തുവിലേക്ക് വരുന്നത് ആരാ? പുത്രൻ. പിറകെ പിതാവ്. ഇത് എവിടെ വരുന്നത്? പരിശുദ്ധാത്മാവിൽ. ഇതാണ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ 1-ാമത്തെ അധ്യായത്തിൽ ഉള്ള വാക്യങ്ങളിൽ പറയുന്നത്. എന്താ പറയുന്നത്? ആദ്യം ദൈവം ആകാശഭൂമി സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിനു മീതെ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന്റെ ചൈതന്യം റൂഹ. വെള്ളത്തിന് മീതെ, ജീവജലത്തിന് മീതെയാ. വെള്ളം ഉണ്ടാക്കിയിട്ടല്ല, ജീവജലമാണ്. പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ട്. പിന്നെയാണ് ശബ്ദം, വെളിച്ചം ഉണ്ടാകട്ടെ വചനം പറയുന്നത്. പരിശുദ്ധാത്മാവ് ഉള്ളിടത്ത് പുത്രൻ വന്ന് പ്രവർത്തിക്കുന്നു, പിതാവ് അത് ചെയ്യുന്നു. ഒരാളാണ്, ഒറ്റ ചിന്തയേ ഉള്ളൂ. മൂന്നാളും കൂടി ഒറ്റ ചിന്തയേ ഉള്ളൂ. ഒറ്റ ദൈവാ. മനസ്സിലാവുന്നുണ്ടോ? പിതാവ് ചിന്തിക്കുമ്പോൾ പുത്രൻ വേറെ ചിന്തിക്കുമോ?
പരിശുദ്ധാത്മാവ് വേറെ ചിന്തിക്കും ഇല്ല. കാരണം എന്താ? ഒരു ദൈവമാണ്, ദൈവം ഒന്നേ ഉള്ളൂ. മൂന്ന് ആളത്വങ്ങളിൽ പ്രപഞ്ചത്തിന് പുറത്ത്, പ്രപഞ്ചത്തിനകത്ത്, പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. ഇത്രയും മനസ്സിലായില്ലേ? ഞാൻ മൂന്ന് പേരും മൂന്ന് ആളത്വങ്ങൾ മാത്രമാണ്. ഒറ്റ ദൈവമാണ് അതിൽ പ്രവർത്തിക്കുന്നത്, ഒറ്റ ദൈവമാണ് ആയിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. വിശ്വാസപ്രമാണത്തിൽ പറയുന്നത് എന്താണ്? സർവ്വശക്തനും പിതാവും ആകാശത്തിനും ഇഷ്ടാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവ്, ആ പിതാവിൽ നിന്ന് എന്താ ചെയ്യുന്നത്? സത്യദൈവത്തോട് സത്യദൈവം, പിതാവിനോട് ഏക സത്യമാകുന്നു എന്ന് പറഞ്ഞ ഏകസത്യം എന്ന് പറഞ്ഞാൽ പിതാവ് ആരാണോ അത് തന്നെയാണ് പുത്രനും സത്താണ്. പിതാവ് ആരാണോ ആ വ്യക്തി തന്നെയാണ് പുത്രനും. പിതാവ് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏക കർത്താവും. കാരണം കർത്താവ് സൃഷ്ടിക്കുന്നവൻ, പിതാവിനോട് കൂടി സൃഷ്ടിക്കുന്ന ഏക കർത്താവുമായ ഈശോ മിശിഹായിൽ വിശ്വസിക്കുന്നു. അവൻ സത്യദൈവത്തോട് സത്യദൈവവും പിതാവിനോടുകൂടെ ഏക സത്തയുമാണ്. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവിനും വിശ്വസിക്കുന്നു. അപ്പോ പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നത് പിതാവിൽ നിന്നാണോ പുത്രനിൽ നിന്നാണോ? രണ്ടുപേരും ഒന്നല്ലേ? ആ സത്തയിൽ നിന്നും പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നത്. അപ്പൊ പിതാവിൽ നിന്ന് മാത്രം പറഞ്ഞാലും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പറഞ്ഞാലും അടിസ്ഥാനപരമായി ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവത്തിന്റെ മൂന്നാമത്തെ ഭാവമാണ്, മൂന്നാമത്തെ പുറപ്പെടലാണ്, മൂന്നാമത്തെ ഉപസ്ഥിതിയാണ് പരിശുദ്ധാത്മാവ്. അതൊരു പിതാവിൽ നിന്ന് പറഞ്ഞാലും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. പിതാവിൽ നിന്ന് മാത്രമാണ് പുത്രനിൽ നിന്നല്ല എന്ന് വാദിക്കാൻ നിൽക്കുമ്പോൾ അവിടെ രണ്ട് ദൈവത്തെ കാണിക്കുന്നത്. രണ്ട് ദൈവം, ഒറ്റ ദൈവമുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുകയാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇതിനെ സഭാപിതാക്കന്മാരെ പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ചില മാർഗങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും. ഒരു രൂപം ഇതാണ്: ഉറവ, ആറ്, കടൽ. ഉറവ പിതാവ്. ഉറവ നമ്മൾ കാണുന്നുണ്ടോ? കാട്ടിൽ പോയി കാണുന്നുണ്ടോ? കാണുന്നില്ല. ആറ് പുത്രൻ. ഇങ്ങനെ കടന്നു വരുന്നതാണ് പുത്രൻ. നമ്മുടെ ഇരിക്കുന്ന പോകൂലേ? വ്യാപിക്കുന്നത് കടൽ. കടലങ്ങോട്ട് വ്യാപിക്കുക അല്ലെ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇതെന്തിനാ പറയുന്നത്? ദൗത്യം. പ്രപഞ്ചത്തിന് പുറത്ത്, പ്രപഞ്ചത്തിന് അകത്തേക്ക് വരുന്നത്, പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നത്. സൂര്യൻ, സൂര്യരശ്മി, സൂര്യപ്രകാശം. അടുത്ത ഭൂമി. സൂര്യന്റെ അടുത്തേക്ക് നമുക്ക് ആർക്കും ചെല്ലാൻ പറ്റുമോ? ചെല്ലാൻ പറ്റില്ല. സൂര്യൻ നമ്മുടെ അടുത്തേക്ക് വരുന്നത് സൂര്യൻ അങ്ങനെ തന്നെ ഇറങ്ങി വരികയാണോ? സൂര്യരശ്മിയായിട്ട് വരിക. സൂര്യൻ മുഴുവൻ വ്യാപിക്കുന്നതാണ് സൂര്യപ്രകാശം. ഹല്ലേലൂയ. ഇനി വൃക്ഷത്തിന്റെ മുമ്പ് പറയണം. വേര്, തടി, ശിഖിരം. വ്യാപിക്കുന്നത് ശിഖിരം. അടുത്ത് കാണുന്നത് തടി. കാണാൻ പറ്റാത്തത് വേര്. അപ്പൊ കാണാൻ പറ്റാത്തത് പിതാവ്, കാണുന്നത് പുത്രൻ, വ്യാപിക്കുന്നത് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ഇതാണ് അതിന്റെ കാര്യം. അപ്പൊ ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിക്കുമ്പോൾ എർണസ്റ്റ് പിതാവ് പറയുന്നത് എങ്ങനെയാണ്? പിതാവിന്റെ ഇരു കൈകൾ പോലെയാണ് പുത്രനും പരിശുദ്ധാത്മാവും. പ്രപഞ്ചത്തിലേക്ക് കടന്നു വരുന്നത് പുത്രൻ, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് പരിശുദ്ധാത്മാവ്. പിതാവാണ് സൃഷ്ടിക്കുന്നത്. അതുകൊണ്ടാണ് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, സകലതും അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അപ്പൊ പുത്രനിലൂടെയാണ് എല്ലാം ഉണ്ടാകുന്നത്. പിതാവാണത് ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്രയും മനസ്സിലായോ? അപ്പൊ ഈ ഒരു വിഷയത്തിന് വേണ്ടി, അതായത് ഇങ്ങനെ ആകാനാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. മൂന്ന് ദൈവമാണോ? ഒറ്റ ദൈവമാണ്. അപ്പോൾ ഇനി മോണോത്തിസം എന്ന് പറയും. അതായത് ദൈവം ഏകൻ മാത്രം, പുത്രനും പരിശുദ്ധാത്മാവും ഇല്ല എങ്കിൽ എന്ത് സംഭവിക്കും? ദൈവം സർവ്വവ്യാപിയാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ദൈവം പ്രപഞ്ചത്തിലേക്ക് വരുമെന്ന് പറഞ്ഞ സമ്മതിക്കുമോ? സമ്മതിക്കില്ല. കാരണം ദൈവം എന്തായിരിക്കണം? പ്രപഞ്ചത്തിന് പുറത്ത് അതീതനായിട്ടിരിക്കണം. ആ പ്രപഞ്ചത്തിന് ഉള്ളിലേക്ക് വരാനും പറ്റില്ല, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കാനും ദൈവത്തിന് പറ്റില്ല. പ്രപഞ്ചത്തിന് പുറത്താണ് ദൈവം എന്ന് പറയണം. അതിനെ പറയുന്നവരെ മോണോത്തിസം. അതാണ് ഇസ്ലാമിക വിശ്വാസം. അള്ളാഹുവിനെ പറ്റി പറയുന്നത് അതാണ്. അള്ളാഹു സർവ്വവ്യാപി അല്ല. ഞാൻ ജമാലുദ്ദീൻ ഉസ്താദുമായി ഡിബേറ്റ് ചെയ്ത വിഷയം ഇതായിരുന്നു. ഞാൻ പറഞ്ഞു, ദൈവം
തൃത്വമായിട്ടല്ലാതെ ദൈവമായിട്ടിരിക്കില്ല. ദൈവം ഏക ദൈവമാകണമെങ്കിൽ തൃത്വമായിരിക്കണം. അപ്പൊ അവരല്ല എന്ന് പറഞ്ഞുകൊണ്ടും മോണത്തിസം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ചോദ്യം ഇതായിരുന്നു, ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിക്കണ്ടേ? പ്രപഞ്ചത്തെ സൃഷ്ടിക്കണം. പ്രപഞ്ചത്തെ സൃഷ്ടിക്കണമെങ്കിൽ ദൈവം നേരിട്ട് കടന്നു വരുമോ? കടന്നു വരികയാണെങ്കിൽ പ്രപഞ്ചത്തിന് പുറത്ത് ദൈവം ഉണ്ടാവണ്ടേ? അപ്പൊ അവര് പറഞ്ഞത് എന്താണ്? അവരതനുസരിച്ചിട്ട് ഉമ്മുൽ കിതാബ് എന്നൊരു ഫലകമുണ്ട്. ആ ഫലകത്തിൽ ആദ്യം മുതൽ അവസാനം വരെയുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. ആ എഴുതി വെച്ചതിന് ശേഷം ഒരു പേന ഉപയോഗിച്ച് അള്ളാഹു എല്ലാം എഴുതി വെച്ചു. എഴുതി വെച്ചതിന് ശേഷം അതനുസരിച്ച് സൃഷ്ടികർമ്മം ആരംഭിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, സമയം ഉണ്ടാകുന്നതിന് മുമ്പാണോ എഴുതി വെച്ചത്, സമയം ഉണ്ടായതിനു ശേഷമാണോ എഴുതി വെച്ചത്? സമയം ഉണ്ടാകുന്നതിന് മുമ്പാണ് എഴുതി വെച്ചതെങ്കിൽ അതെല്ലാം നിത്യമാണ്. നിത്യമായതെല്ലാം ദൈവമാണ്. ഫലകം, പേന, വചനങ്ങൾ, അള്ളാഹു, 4 ദൈവം ഉണ്ടാവണം. സമയം ഉണ്ടാകുന്നതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സമയം എങ്ങനെ ഉണ്ടായി? സമയത്തെ ആര് ക്രിയേറ്റ് ചെയ്തു? മനസ്സിലാവുന്നുണ്ടോ? എന്നാണ് ചോദ്യം ഉണ്ടായിരുന്നത്. ആ ചോദ്യത്തിന് ഉത്തരം അവർക്ക് അറിയില്ല എന്നാണ് പറഞ്ഞത്. അറിയില്ല എന്നുള്ള ഉത്തരം പറഞ്ഞു. അള്ളാഹു സർവ്വവ്യാപിയാണോ? അല്ല, നോ എന്ന് ഉത്തരം പറഞ്ഞു. അറിവുണ്ട്. അവർ പറഞ്ഞു അറിവ്, അള്ളാഹുന്റെ അറിവ് എല്ലായിടത്തും ഉണ്ട്. പക്ഷെ എന്നിലും നിന്നിലും വസിക്കുന്നുണ്ടോ ദൈവം? ഇല്ല, നോ. അള്ളാഹുവിന്റെ പ്രപഞ്ചത്തിലേക്ക് കടന്നു വരാൻ സാധിക്കുമോ? മോണോത്തിസത്തിന്റെ പ്രത്യേകത സാധിക്കില്ല. അതുകൊണ്ട് നബിമാരെയും പ്രവാചകന്മാരെയും അയക്കുന്നു. അതാണ് കൺസെപ്റ്റ്. ഹല്ലേലൂയ. ഞാൻ ഇസ്ലാമികത്തിനെ പറ്റി പഠിപ്പിക്കുമ്പോൾ പറയാം. ഹല്ലേലൂയ. ഇതിന്റെ തൃത്വത്തെ ഉപേക്ഷിക്കുമ്പോൾ ഉണ്ടാവുന്ന സംഭവം. ഇനി ആര്യനിസ്തക്കാരായാലും ഞാൻ വീണ്ടും പറയാം, ഈ വിഷയം വരുമ്പോൾ പിന്നെ ദൈവം പുറത്തു നിൽക്കും. ദൈവത്തിന്റെ ഒരു ശിങ്കടിയെ അയക്കണതിന് മുമ്പിലേക്ക് അങ്ങനെ ആകേണ്ടി വരികയാണ്. ദൈവം അങ്ങനെയല്ല. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവായിട്ടല്ലാതെ ഏക ദൈവത്തെ പറയാനും പറ്റില്ല. അല്ലാത്തൊരു ഏക ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനും പറ്റില്ല. അപ്പോൾ പഴയ നിയമത്തിൽ നമ്മൾ കാണുകയാണ്, അബ്രാഹത്തിനടുത്തേക്ക് ദൈവം കടന്നു ചെന്നു, ഉടമ്പടി വെച്ചു എന്ന് പറയുമ്പോൾ ആരാ വന്നിട്ടുണ്ടാവുക? ആരാ വന്നിട്ടുണ്ടാവുക? ദൈവമാണോ വന്നത്? ദൈവം എന്നേ പഴയ നിയമത്തിൽ പറയുന്നുള്ളൂ. നമ്മളതിന് ഗോഡ് ഹെഡ്, ദൈവം എന്നേ പറയുന്നുള്ളൂ. റിയലി അത് ആരായിരിക്കുമെന്നാണ് ഈ തൃത്വത്തിൽ എടുത്തു കഴിഞ്ഞാൽ ആരായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? പുത്രമെന്ന് മനസ്സിലാക്കേണ്ടത്. മോശയെടുത്ത് സീനായി മലമുകളിൽ അഗ്നിയിൽ കത്തി പടരുമ്പോൾ അഗ്നിയിൽ പ്രത്യക്ഷപ്പെട്ട ആ ദൈവം അതാരായിരിക്കും? പുത്രൻ എന്ന് പറയേണ്ടി വരും. മനസ്സിലാവുന്നുണ്ട്? ഇതാണ് അതിന്റെ പോയിന്റ്. പക്ഷെ പുത്രൻ എന്ന് പറഞ്ഞില്ല, ദൈവം വന്നു എന്നേ പറയും. തൃത്വം ഉൾപ്പെടുന്നത് എപ്പോഴാണ്? പുതിയ നിയമത്തിലാണ്. യഹൂദന്മാർക്ക് അതിനെ പറ്റി അറിഞ്ഞുകൂടാ. എങ്കിലും യഹൂദന്മാരിൽ ഇത് അറിയില്ലെങ്കിലും ഏശയുടെ പുസ്തകത്തിൽ ഒരു വചനമുണ്ട്. ആ വചനം നല്ല രസകരമായ ഒരു വചനമാണ്. യാക്കോബേ, ഞാൻ വചനം പറഞ്ഞു, ഏശയ്യ 48:12 മുതൽ 16 വരെ. യാക്കോബേ, ഞാൻ എന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, നമുക്ക് അത് നോക്കി വായിക്കാൻ മനസ്സിലാക്കാൻ പറ്റും. യാക്കോബേ, ഞാൻ വിളിച്ച ഇസ്രായേൽ എന്റെ വാക്ക് കേൾക്കുക, ഞാൻ അവനാണ് ആദിയും അന്തവുമായവൻ. ആദിയും അന്തവും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിത്യൻ, ദൈവം. അപ്പൊ ഞാൻ എന്ന് പറഞ്ഞ ആളാരാണ്? ആദിയും അന്തവുമായവൻ. എന്റെ കരങ്ങൾ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, എന്റെ വലത് കൈ ആകാശത്തെ വിരിച്ചു. ഞാൻ വിളിക്കുമ്പോൾ അവൻ എന്റെ മുമ്പിൽ ഒന്നിച്ചണിനിരക്കുന്നു. നിങ്ങൾ ഒന്നിച്ചുകൂടി ശ്രദ്ധിക്കുവിൻ, അവരിൽ ആരാണ് ഇവയെല്ലാം പ്രസ്താവിച്ചത്? കർത്താവ് സ്നേഹിക്കുന്ന അവൻ ബാബിലോണിനെ കുറിച്ചുള്ള അവിടുത്തെ തീരുമാനം നടപ്പിലാക്കും. പോയി 15-ാമത്തെ വാക്യം. ഞാൻ തന്നെയാണ് അവനോട് സംസാരിച്ചത്, അവനെ വിളിച്ചത്, ഞാൻ അവനെ കൊണ്ടുവന്നു. അവൻ തന്റെ മാർഗം മുന്നേറും. എന്റെ സമീപം വന്ന് ഇത് കേൾക്കുക. ആദ്യം മുതലേ ഞാൻ രഹസ്യമായല്ല സംസാരിച്ചത്. ശ്രദ്ധിക്കുക, അടുത്ത വരി. ഇവയെല്ലാം ഉണ്ടായപ്പോൾ ഞാനുണ്ട്. ഞാൻ എന്ന് പറഞ്ഞ ആളാണ് ഈ പറയുന്നത് കേട്ടോ. ഞാൻ ആരാണ്? ആദ്യവും അന്തവുമായവൻ. ഇപ്പോൾ ദൈവമായ കർത്താവ് എന്നെയും അവിടുത്തെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. ഞാൻ ആരാണ്? ആദ്യവും അന്തവുമായ ദൈവം. ആരാണ് എന്നെ അയച്ചത്? ദൈവമായ കർത്താവ്. എന്നെയും പിന്നെ ആരെന്നെ അയച്ചത്? അവിടുത്തെ ആത്മാവിനെ അയച്ചു. എത്ര പേരുണ്ട്? 3 പേര്. പഴയ നിയമത്തിൽ കാണുന്ന ഒരു വചന, വിശുദ്ധ ജസ്റ്റിൻ ട്രിഫോയുമായിട്ടുള്ള സംവാദത്തിലുള്ള വചനഭാഗങ്ങളാണ്. ഹല്ലേലൂയ.
2-ാം നൂറ്റാണ്ടിൽ AD 150 വിശുദ്ധ ജസ്റ്റിൻ ട്രിഫോയുമായി, യഹൂദ പണ്ഡിതനുമായി ട്രിഫോയുമായി സംവദിക്കുക തൃത്വം വിഷയത്തിൽ. അപ്പോഴത്തെ ഭാഗമാണ് അബ്രാഹത്തിനടുത്തേക്ക് വന്ന 3 പേർ. ആ 3 പേരെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്നു. കാരണം ദൈവമേ കർത്താവേ എന്നാണ് അബ്രാഹം വിളിച്ചത്. 3 ആളെ ഒറ്റ പേരെ വിളിച്ചത് ദൈവമേ എന്ന് വിളിച്ചു, കർത്താവേ എന്ന് വിളിച്ചു. ദൈവം എന്നല്ല, കർത്താവേ എന്ന് വിളിച്ചു. പക്ഷെ 3 ആളുണ്ടായിരുന്നു. അപ്പോൾ ട്രിഫോ അതിന് മറുപടി പറഞ്ഞു, അത് മിഖായേൽ, ഗബ്രിയേൽ, റഫായേലാണ്. മിഖായേൽ എന്തിനു വന്നു? മിഖായേൽ ലോത്തിന്റെ ആസ്ഥാനം നശിപ്പിക്കാൻ വന്നു, സോദോം ഗൊമോറ നശിപ്പിക്കാൻ വന്നു. ഗബ്രിയേൽ എന്തിനു വന്നു? ദൂത് പറയാൻ വന്നു. റഫായേൽ എന്തിനു വന്നു? അബ്രാഹത്തിനെ സുഖപ്പെടുത്താൻ വന്നു, പരിച്ഛേദന കഴിഞ്ഞ് സുഖപ്പെടുത്താൻ വന്നു. അതിനുശേഷം ലോത്തിന്റെ ഭവനത്തേക്ക് 2 പേരെ പോകുന്നുള്ളൂ, മിഖായേലും റഫായേൽ. അപ്പൊ ഇങ്ങനെ വ്യാഖ്യാനിച്ചു. അതിനൊരു ഐക്കണായിട്ട് ആദിമ സഭയിൽ പറയുന്നൊരു ഐക്കണായിട്ട്, ഐക്കൺ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അബ്രാഹത്തിനടുത്ത് ഭക്ഷണത്തിന് ഇരിക്കുന്ന 3 പേര്, ആ 3 പേരുടെ ചിത്രങ്ങളുണ്ട്. ആ ചിത്രത്തിന്റെ പിന്നില് പിതാവിന്റെ പിറകിലെ ഒരു കെട്ടിടമാണ് സ്വർഗീയ ഭവനം, പുത്രന്റെ പിറകില് ജീവന്റെ വൃക്ഷം, പരിശുദ്ധാത്മാവിന്റെ പിറകില് കടലിന്റെ തിരമാല, നടുക്കിലിരിക്കുന്ന മേശയുണ്ട്. ആ മേശ ഭൂമി, പിതാവിന്റെ കയ്യ് ഭൂമിയിലില്ല, പുത്രനും പരിശുദ്ധാത്മാവും ഭൂമിയിൽ വിരലമർത്തി നിൽക്കുന്നു. ആ മേശയിൽ പുത്രനും പരിശുദ്ധാത്മാവിനും പ്രപഞ്ചത്തിലേക്ക് വരുന്നത് പിതാവ് അതീതൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊക്കെ വളരെ പ്രത്യേകം മനസ്സിലാക്കണം. കാരണം ചില ലോകാവസാനത്തിലെ പിതാവ് വരും എന്നൊക്കെ പറയുന്ന കൾട്ടുകൾ നമ്മുടെ ഇടയിലുണ്ട്. മനസ്സിലാക്കും, ഇതാണ് തൃത്വം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. ഇത്രയും മനസ്സിലായല്ലോ. ഇനി പരിശുദ്ധ തൃത്വത്തിന് എതിരായ ഹെരസികളെ പറയുമ്പോൾ, ഈ ഹെരസികൾ പറയുമ്പോൾ എന്താ പറയുക? ഹെരസി തന്നെ പാഷണ്ടതാ എന്ന് പറഞ്ഞ തെറ്റായ പ്രബോധനങ്ങൾ. ഇത് പറഞ്ഞാൽ നമുക്ക് തൃത്വം എന്തെന്ന് കുറച്ചുകൂടി വ്യക്തമാകാൻ പറ്റും. ഒന്നാമത് സബോർഡിനിസം, ആര്യനിസം അല്ലെങ്കിൽ സബോർഡിനിസം എന്ന് പറയും. പിതാവ് ഒരു ദൈവം, പുത്രനെ ദൈവം സൃഷ്ടിച്ചു, അപ്പൊ പുത്രനായി, പുത്രനെ ദൈവപുത്രനാക്കി വെച്ചു, കുഴപ്പമില്ലാത്തൊരു 2ാമത്തെ പുത്രൻ. പരിശുദ്ധാത്മാവ് അതിന് ചെറിയ ദൈവം. പിതാവ് മൂത്ത ദൈവം, പുത്രൻ 2ാമത്തെ ദൈവം, പരിശുദ്ധാത്മാവ് അതിന് താഴെയുള്ള ദൈവം. അങ്ങനെ 3 ദൈവങ്ങളാണ്. പിതാവ് പറഞ്ഞവരൊക്കെ അനുസരിച്ചോളൂ. ഇതിനെ പറയുന്ന സബോർഡിനിസം, ആര്യനിസം എന്നുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് വളരെ സ്വാധീനിച്ച സ്ഥലമാണ് ഇസ്ലാം മതം. മനിക്കൈസ്, ഇതൊക്കെ അതിന്റെ സ്വാധീനത്തിൽ വന്നുള്ള സംഭവങ്ങളാണ്. ഹല്ലേലൂയ. ഇത് തെറ്റാണെന്ന് നമുക്ക് അറിയാലോ. അടുത്തത് ട്രൈത്തീസം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ട്രൈത്തീസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലെയുള്ള 3 ദൈവങ്ങൾ, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്, ഒരേപോലെയുള്ള സത്ത. നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? ഏക സത്ത എന്നുള്ള വാക്കാ ഉപയോഗിച്ചത് അല്ലേ? പിതാവ് പുത്രനോട് ഏക സത്യം എന്ന് പറഞ്ഞാൽ അതേ സത്യം തന്നെ പിതാവിന്റെയും പുത്രന്റെയും സത്യം ഒന്ന് തന്നെയാണ്. ഇവിടെ അതല്ല, ട്രൈത്തീസത്തിൽ അതല്ല പറയുന്നത്. പിതാവിന്റെ സത്യം എങ്ങനെയാണോ അതേപോലെ സത്യം പുത്രനും, അതേപോലെ സത്യം പരിശുദ്ധാത്മാവിനും. 3 പേരും ഒരേപോലെയുള്ള തുല്യതയുള്ള 3 ആളുകൾ. 3 പേരും 3 വില്ലായി മാറി, 3 സത്തയായി മാറി. ഇങ്ങനെ മാറിയിട്ട് ഇത് 3 കൂടി ഒന്നാണ്, ഒറ്റ കെട്ടിപ്പിടിച്ച് ഒന്നായിട്ടിരിക്കുന്നു എന്ന് പറയുന്നതാണ് ട്രൈത്തീസം. പലരും തൃത്വം എന്ന പേരിൽ ഇന്ന് അവതരിപ്പിക്കുന്നത് ട്രൈത്തീസം. നിങ്ങൾ കേട്ടിട്ടുള്ള പല ക്ലാസ്സുകളും ഒരുപക്ഷെ തൃത്വം എന്ന പേരിൽ അവതരിപ്പിക്കുന്നത് ട്രൈത്തീസം. പറയുമ്പോൾ ഒരു സത്താന്ന് പറയും, 3 ആളത്തെന്ന് പറയും. പിന്നെ വിശദീകരിക്കുമ്പോൾ പിതാവ് ഒരു ദൈവം, പുത്രൻ ദൈവം, പരിശുദ്ധാത്മാവ് ദൈവം, 3 പേര് ഐക്യത്തിൽ ഒന്നായി എന്ന് പറയും ചെയ്യും. അപ്പൊ ട്രൈത്തീസായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഒരേപോലെയുള്ള 3 ദൈവങ്ങൾ ഒന്നായിട്ടിരിക്കുന്നു, ഒരേ യൂണിറ്റിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ട്രൈത്തീസമാണ്. അപ്പൊ അവിടെ 3 സത്തയും 3 വില്ലും വന്നു. 3 സത്തയും വന്നു, 3 വില്ലും വന്നു. വില്ലെന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ചിന്ത, വിൽ പവർ, 3 അത് ട്രൈത്തീസമാണ്, തൃത്വമല്ല. നിക്കോയ കൗൺസിലില് തൃത്വത്തെ പറ്റി അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഹോമോഊസിയോസ് എന്ന പദത്തിന് പകരം
ഹോമോയി ഉസിയോസ് എന്ന് പറഞ്ഞു. ഹോമോ ഒരു ഐ കൂടിയതാ. അപ്പൊ വീണ്ടും കൗൺസിൽ കൂടിയിട്ട് ഐ ഇല്ല എന്ന് പറയാൻ വേണ്ടി മാത്രം ഒരു കൗൺസിൽ കൊണ്ടുവന്നു. അപ്പോഴാണ് ഈ വിശദീകരണം വന്നത്. ഹല്ലേലൂയ. അതാണ് ട്രൈതീസം. ഇനി മൂന്നാമതാണ് പാർഷ്യലിസം. പാർഷ്യലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ 3 കഷ്ണങ്ങളാണ്. ഒന്നാമത്തെ കഷ്ണം പിതാവ്, രണ്ടാമത്തെ കഷ്ണം പുത്രൻ, മൂന്നാമത്തെ കഷ്ണം പരിശുദ്ധാത്മാവ്. ഇതാണ് പാർഷ്യലിസം. ശരിയാവോ? ശരിയാവില്ല. ഇതെപ്പോഴും സംഭവിക്കുന്നത് അറിയുമോ? നമ്മൾ ഉപമകളെ കണ്ടെത്തിയിട്ട് ദൈവത്തിന് പറയാമെന്ന്. നമ്മൾ നേരത്തെ 3 ഉപമ പറഞ്ഞു. ഈ 3 ഉപമയും പാർഷ്യലിസം. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വേര്, തടി, ശിഖിരം. പാർട്ടണ്. സൂര്യൻ, സൂര്യരശ്മി, സൂര്യപ്രകാശം. പാർട്ടണ്. ഉറവ, ആറ്, കടൽ. 3 പാർട്ടുകൾ നമ്മൾ പറഞ്ഞത്. പാർഷ്യലിസമാണ്. നമ്മൾ എന്തിനു വേണ്ടി ആ ഉപമ പറഞ്ഞത് മനസ്സിലാക്കുക. പക്ഷെ അത് നമുക്ക് കറക്റ്റ് അല്ല. അപ്പം കറക്റ്റ് അല്ല. ദൈവത്തെ പോലെ വേറെ ഒന്നുമില്ലല്ലോ. ഹല്ലേലൂയ. ഇതാണ് പാർഷ്യലിസം. ഈ ജോസഫ് മാഷിനെ കൈവെട്ടിയ ഒരു കഥയുണ്ടല്ലോ. ആ കഥയിൽ തന്നെ ഉണ്ട്. ഒരു അയിലയെ 3 കഷ്ണമാക്കിയിട്ട് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇങ്ങനെയാണോ അതിന്റെ തൃത്വം എന്ന് ചോദിക്കുന്ന സംഭവം ആ കഥയിൽ തന്നെയുണ്ട്. ക്രിസ്ത്യാനികളാരും കൈവെട്ടാൻ പോയില്ല എന്ന് മാത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനസ്സിലായോ? അപ്പൊ ഇത് പാർഷ്യലിസം. അപ്പൊ ഇനി മോഡലിസം എന്ന് പറയുന്ന കാര്യമുണ്ട്. മോഡലിസം ഇത് മനസ്സിലാവാത്തത് കൊണ്ട് അവരെന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിതാവ് ഭൂമിയിലേക്ക് പുത്രനായിട്ട് ഇറങ്ങി വന്നു. ഇങ്ങനെ ഇറങ്ങി വരുമ്പോ പിതാവ് അവിടെ ഉണ്ടോ? ഇല്ല. പിതാവ് കൊണ്ട് വന്നു. എന്നിട്ട് പുത്രൻ തിരിച്ചു പോയിട്ട് പരിശുദ്ധാത്മാവായിട്ട് തിരിച്ചു വന്നു. ഒരു ദൈവം 3 ആളുകൾ. ശരിയായില്ലേ? ശരിയാവോ? ഇത് മോഡലിസമാണ്. എന്താ കാരണം? പിതാവ് പുത്രനായിട്ട് വന്ന പിതാവ് അവിടെ ഇല്ല, പുത്രനായി മാറി. പുത്രൻ പിന്നെ പോയിട്ട് തിരിച്ചു വരും, പരിശുദ്ധാത്മാവായി മാറി. പിതാവ് പുത്രനും ഇല്ല എന്ന് പറയുമ്പോൾ എന്തായി മാറി? മോഡലിസം, വേഷപ്പകർച്ച എന്ന് പറയും. ഞാൻ ഇവിടെ വന്നപ്പോൾ ഭാര്യയായി, ഇവിടെ വന്നപ്പോൾ അമ്മയായി, ഇവിടെ വന്നപ്പോൾ മകളായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡലിസമാണ്. ചിലർ തൃത്വത്തിന് ഉപയോഗിക്കാൻ വേണ്ടി പറയും ഐസ് ജലമായി പിന്നെ നീരാവിയായി. ഐസ് ജലമായി നീരാവിയായി എന്ന് പറഞ്ഞാൽ അത് തൃത്വമല്ല, പിന്നെന്താണ്? മോഡലിസമാണ്. ഒരു സത്തയേ ഉള്ളൂ, പക്ഷെ അത് മോഡലിസം. ഹല്ലേലൂയ. ഇനി അടുത്ത ഒന്നാണ്, പുതിയൊരു സംഭവമാണ് സെബാസ്റ്റ്യനിസം എന്ന പേരിലെ മുഹമ്മദീസ കളിയാക്കി, സെബാസ്റ്റ്യൻ പുന്നക്കലിനെ കളിയാക്കിയ ഒരു സംഭവമാണ്. സെബാസ്റ്റ്യൻ പുന്നക്കലിന്റെ വിശ്വാസം. വേറെ എവിടെ അതില്ല. പിതാവ് പുത്രനായി വന്നു. പിതാവ് അവിടെ ഉണ്ടോ? പിതാവ് അപ്പോഴും അവിടെ ഉണ്ട്, പുത്രനുമാണ്. പിന്നെ പരിശുദ്ധാത്മാവായിട്ട് വന്നു. പിതാവ് 3 ആളുണ്ട്, ഒരു ദൈവമാണ്. എന്നാൽ ഒറ്റ ഉപസ്ഥിതിയേ ഉള്ളൂ എന്നാണ് പറയും. ഒറ്റ ഹൈപ്പോസ്റ്റാസിസേ ഉള്ളൂ, 3 ഹൈപ്പോസ്റ്റാസിസ് ഒന്നും പറയില്ല. സംഭവം തൃത്വത്തോട് അടുത്ത് നിൽക്കുന്നത്. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പെന്തക്കോസ്ത് കോളത്തിൽ മുഴുവൻ തൃത്വം എന്ന് പറയുന്നത് അവർ വിശ്വസിക്കുന്നത് മുഴുവൻ ട്രൈത്തീസാണ്. 3 ആളുകൾ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നു. 3 ദൈവങ്ങൾ ഒന്നായിരിക്കുന്നു, കൂട്ടായ്മയിൽ ഒന്നായിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. ഇത് തെറ്റാണെന്നാണ് സെബാസ്റ്റ്യൻ പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ആള് പറഞ്ഞപ്പോ എന്തായി? ഒരു സത്തയും ഒരു ഉപസ്ഥിതിയും എന്ന് കാര്യം പറഞ്ഞു. ഇതിൽ അവിടെ ഉണ്ടെന്ന് പറയുകയും ചെയ്യും. ആളിങ്ങനെ അവിടെ നിന്ന് വിടാതെ ഇങ്ങനെ പോയി അങ്ങനെ കരുതുന്ന വ്യക്തിയെന്നാണ്. ഹല്ലേലൂയ. ഇതാണ് സെബാസ്റ്റ്യനിസം എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ഒരു സംഭവം. അപ്പൊ തൃത്വം എന്താണെന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. ഒരു ദൈവം, 3 ആളത്തങ്ങളിൽ. ഈ 3 ആളുകളും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവാണെങ്കിലും 3 പേരും പെരിക്കോറിസ്, ഒന്ന് മറ്റൊന്നിലേക്ക് ഉൾച്ചേർന്നുകൊണ്ടേയിരിക്കും. അനന്തമായ വ്യക്തികൾ അനന്തമായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം പൂർണ്ണതയാണ്. പൂർണ്ണത എന്ന വിഷയം പറഞ്ഞു. പൂർണ്ണത. പിതാവ് പൂർണ്ണനാണ്, പുത്രൻ പൂർണ്ണനാണ്, പരിശുദ്ധാത്മാവ് പൂർണ്ണനാണ്. മനസ്സിലായോ? പിതാവ് പുത്രനെ വിട്ടിട്ട് പിതാവിന് മാത്രം പറഞ്ഞ പൂർണ്ണ ദൈവമാണോ പിതാവ്? അതെ, ദൈവം പിതാവ് പൂർണ്ണനാണ്, പുത്രനും പൂർണ്ണനാണ്, പരിശുദ്ധാത്മാവും പൂർണ്ണനാണ്. അപ്പൊ എങ്ങനെ ഈ പൂർണ്ണത വരുന്നത്? സംശയം അല്ലേ? പരിപൂർണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തെങ്കിലും എടുത്തു മാറ്റിയാൽ
അതും പൂർണ്ണമായിരിക്കും, ഇതും പൂർണ്ണമായിരിക്കും. അല്ലെങ്കിൽ ആദ്യം ഉണ്ടായിരുന്നത് പരിപൂർണമല്ല എന്ന് പറയേണ്ടി വരും. എന്നൊരു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു സംഭവം എടുക്കണം. 1 2 3 4 5 6 7 8 9 10 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര വരെ? അനന്തമായി ഇൻഫിനിറ്റി ആയി പോയിക്കൊണ്ടിരിക്കുക. അത് കഴിയാതെ ഒരു സംഖ്യ നമ്മൾ എടുത്ത് 34 പുറത്തേക്ക് എടുത്തിട്ടു. അപ്പൊ അത് എന്ത് ചെയ്യും? അനന്തമായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. വേറൊരു സംഖ്യയും പുറത്തേക്ക് എടുത്തിട്ടു. അപ്പൊ അതും അനന്തമായി നീങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതിന്റെ ഫ്രണ്ടിലും ബാക്കിലും ഇങ്ങനെ അത് ഒരുമിച്ച് ചെയ്യുമ്പോൾ വീണ്ടും ഒരുമിച്ച് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. കാരണം പൂർണ്ണതയിൽ നിന്ന് പൂർണ്ണത എടുത്തു കഴിഞ്ഞാൽ അതും പൂർണ്ണം, ഇതും പൂർണ്ണം. ഇത് നമ്മുടെ ഇന്ത്യക്കാർ മഹർഷിമാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പൂർണ്ണസ്യ പൂർണ്ണമിതം പൂർണ്ണമായ പൂർണ്ണവിശേഷം എന്നൊക്കെ പറഞ്ഞ് ആ ശ്ലോകം ഞാൻ നമ്മുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതാണ് പൂർണ്ണതയുടെ പ്രത്യേകത. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, പുരുഷനിൽ നിന്ന് സ്ത്രീ എടുത്തപ്പോ രണ്ടുപേരും ഒറ്റ ശരീരമാണ്, രണ്ടും രണ്ടായി. തീർത്ഥത്തിൽ ഞാൻ മുമ്പിച്ച് പറഞ്ഞു. അതിന്റെ രഹസ്യം എന്താ? അതിലൊരു രഹസ്യം, രണ്ടുപേർക്കും രണ്ട് സത്തയാണ്. ഒന്ന് പുരുഷനാണ്, മറ്റൊരു സ്ത്രീയാണ്. അവർ ഒറ്റാളാണോ? അല്ല. അതിന്റെ ഉള്ളിൽ രഹസ്യം. അപ്പൊ അതെന്തിനാ പറഞ്ഞത്? എങ്ങനെയാണ് പിതാവിൽ നിന്ന് പുത്രൻ ജനിച്ചത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അത് പറഞ്ഞത്. ഇനി നമ്മൾ തൃത്വത്തെ പറ്റി മറ്റു രൂപം പറഞ്ഞു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ശരീരം, ആത്മാവ്, പരിശുദ്ധ. മനുഷ്യനിൽ ദൈവം സൃഷ്ടിച്ചത് തന്നെ ചായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാൻ. അരൂപിയും അശരീരിയുമായ സർവ്വവ്യാപിയുമാണ് പിതാവ്. സത്തയുടെ പ്രതിച്ഛായ പുത്രൻ. അതേപോലെ ആത്മാവ്, ആത്മാവിന്റെ പ്രതിച്ഛായ ശരീരം. ഭൂമിയിലേക്ക് കടന്നു വരുന്നത് ശരീരമാണ്. ആത്മാവാണോ? ആത്മാവ് ആത്മീയ ലോകത്താണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ആത്മാവിൽ സ്ഥിതി ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൽ ഒന്നായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിലൊരു രഹസ്യം എന്താണ്? ശരീരവും ആത്മാവും വേർപെടും ഇല്ലേ? മരിക്കുമ്പോൾ ശരീരം ആത്മാവ് രണ്ടാവും. പക്ഷെ ദൈവത്തിൽ നിന്ന് രണ്ടാവില്ല, മൂന്നാവില്ല, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. പിതാവ്, പുത്രനും പരിശുദ്ധാത്മാവും സെപ്പറേറ്റ് മൂന്നാളുകളായി മാറി നിൽക്കാവുന്ന ഒരിക്കലും പറ്റൂല. മനസ്സിലായോ? പുത്രനുള്ളിൽ പിതാവ് ഉണ്ടായിരിക്കും, പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കും. പിതാവിൽ പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ടായിരിക്കും. സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ശരീരത്തിൽ നിന്ന് ആത്മാവ് പുറത്തു വരുന്ന ഒരു സമയം ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്രയും കാര്യം മനസ്സിലായല്ലോ? മനസ്സിലാക്കാൻ സാധിച്ചോ? ഇത്രയും കാര്യം. മനുഷ്യനിലെ എത്ര ഉപസ്ഥിതിയുണ്ട്? മനുഷ്യനിൽ എത്ര ഉപസ്ഥിതിയുണ്ട്? ഹൈപ്പോസ്റ്റാസിസ് എത്രയുണ്ട്? ഇതിൽ ഒറ്റ ഹൈപ്പോസ്റ്റാസിസ്, ഒറ്റ ശരീരമേ ഉള്ളൂ എനിക്ക്, അല്ലേ? അല്ലേ? എനിക്ക് ഒറ്റ ശരീരമേ ഉള്ളൂ. പക്ഷെ തൃത്വത്തില് എത്ര ഹൈപ്പോസ്റ്റാസിസ് ഉണ്ട്? 3 ഹൈപ്പോസ്റ്റാസിസ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവുണ്ട്. എന്റെ ആത്മാവ് ഒരു ഹൈപ്പോസ്റ്റാസിസ് അല്ല. എന്റെ ശരീരം സെപ്പറേറ്റ് ഹൈപ്പോസ്റ്റാസിസ്. രണ്ടും കൂടി ചേർന്നിട്ട് ഒറ്റ ഹൈപ്പോസ്റ്റാസിസേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഉപസ്ഥിതി, ആളത്തം. ഒറ്റ ആളേ ഉള്ളൂ. ഒരു ദൈവത്തിൽ 3 ആളത്തം. അതാണ് മനുഷ്യനിലുള്ള തൃത്വത്തിലെ മറ്റൊരു കോണവും. ഇനി ഇത്ര കഴിഞ്ഞു. ഇനി ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം എടുക്കുക. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം. തൃത്വത്തെ പറ്റി സങ്കീർത്തന വചനങ്ങളിലുള്ള കാര്യം ആര് പറയാണ്? ഹെബ്രായ ലേഖകൻ പറയുകയാണ്. ഹെബ്രായ ലേഖകൻ 5-ാമത്തെ വാക്യം മുതൽ പറയാണ്, ഏത് ദൂതനോടാണ് നീ എന്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മമേകിയെന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കുമെന്നും ദൈവം അരുളി ചെയ്തിട്ടുള്ളത്. ഇത് സങ്കീർത്തനാണ്. ഹല്ലേലൂയ. എന്താ പറഞ്ഞത്? ഒരു മാലാഖയോടും പിതാവായ ദൈവം എന്ത് പറഞ്ഞിട്ടില്ല? നീ എന്റെ പുത്രനാണ്, ഞാൻ നിനക്ക് ജന്മമേകി എന്ന് പറഞ്ഞിട്ടില്ല. ആരോട് പറയുന്നത്? പിതാവായ ദൈവം പുത്രനായ ദൈവത്തോട് പറയാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മമേകി, ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. ഇനി അടുത്തത്, വീണ്ടും തന്റെ ആദിയാതിന് ലോകത്തിന് കാഴ്ച അവിടുന്ന് പറഞ്ഞു, ദൈവത്തിന്റെ ദൂതന്മാരെല്ലാം അവനെ ആരാധിക്കട്ടെ. ആരാ പറയുന്നത്? പിതാവ് പുത്രനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാലാഖമായിട്ട് പറയാണ്, ദൈവദൂതന്മാരെല്ലാം അവനെ ആരാധിക്കട്ടെ. ഓക്കെ. അടുത്തത്, അവിടുന്ന് തന്റെ ദൂതന്മാരെ കാറ്റും ശുശ്രൂഷകരെ തീനാളങ്ങളുമാക്കുന്നു. എന്നാൽ പുത്രനെ പറ്റി പറയുന്നു, ദൈവമേ അങ്ങയുടെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുന്നു. ഇതാരാ പറയുന്നത്?
പിതാവായ ദൈവം പുത്രനെ എന്തെന്ന് വിളിച്ചു? ദൈവമേ എന്ന് വിളിക്കുക. പിതാവായ ദൈവം പുത്രനെ ദൈവമേ അങ്ങയുടെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുന്നു എന്ന് പറയുക. അടുത്ത വചനം 13-ാമത്തെ വാക്യം. കർത്താവിന് അരുളി ചെയ്യുന്നു, നിന്റെ ശത്രുക്കളെ ഞാൻ നിനക്ക് പാദപീഠമാക്കോളം നീ എന്റെ വലത്ത് ഭാഗത്തിരിക്കുക. കർത്താവ് ആരോട് പറഞ്ഞു? കർത്താവിന് അരുളി ചെയ്തു. യേശു തന്നെ അതിനടുത്ത് പറയുന്നുണ്ട്. യേശു തന്റെ ദൈവത്തെ പറ്റി പറയുന്ന സമയത്ത് യഹൂദന്മാരെ കലയിക്കുമ്പോൾ കർത്താവ് എടുത്ത് പറയുന്ന വചനം അത് കർത്താവിന് അരുളി ചെയ്തു. ദാവീദിന്റെ പുത്രനാണോ എന്ന് ചോദിക്കുന്ന സംഭവം. ഹല്ലേലൂയ. അപ്പൊ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന് പറയുന്ന രീതിയിൽ മൂന്നായിട്ട് ഇവിടെ കാണാം. ക്ലിയർ ആയോ? അപ്പൊ ഇത് എങ്ങനെയാണ് നിലനിൽക്കുന്നതെന്നും എങ്ങനെയാണ് വേർതിരിഞ്ഞതെന്നും മനസ്സിലാക്കാൻ സാധിച്ചോ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറഞ്ഞു പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ആദ്യമായിട്ട് തൃത്വം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് യോഹന്നാൻ സ്ലീഹയാണ് സുവിശേഷത്തില് നമ്മൾ പറഞ്ഞല്ലോ, വചനം എന്ന് പറഞ്ഞ സംഭവം അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ സുവിശേഷത്തിൽ ഇത് കാണാം. ഇനി ഇത് കുറച്ചുകൂടി ക്ലാരിറ്റി ആയിട്ട് നമ്മൾ ഇതിന്റെ പുത്രനുമായുള്ള ബന്ധത്തെ പറ്റി പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തില് യേശു തന്റെ മരണത്തിന് മുമ്പ് അവസാനത്തൊരു പ്രാർത്ഥന ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ശിഷ്യന്മാരുടെ അവസാനത്തൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയിൽ തൃത്വത്തെ പറ്റി പറയാണ് യേശു ക്രിസ്തു. അത് യോഹന്നാൻ സ്ലീഹ പറയുന്നത് ഇപ്രകാരം. യേശുവിന്റെ പ്രാർത്ഥനയാണ് 3-ാമത്തെ വാക്യം എടുക്കാണ്. ഏകസത്യമായ അവിടുത്തെയും അങ്ങയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. നമ്മുടെ ഈ ധ്യാനത്തിന്റെ മോട്ടോ അതായിട്ടുള്ളത്. ഏകസത്യമായ ദൈവത്തെയും പിതാവിനെയും അവിടുന്ന് അയച്ച പുത്രനെയും യേശു ക്രിസ്തുവിനെയും അറിയുക. അതെങ്ങനെ സംഭവിക്കുക? പരിശുദ്ധാത്മാവില്ലാതെ പറ്റില്ല. അറിയുക. ബുദ്ധിയുടെ തലത്തിൽ അറിയാം, പിശാചിനും അറിയാം. പിശാച് പറയുന്നുണ്ടല്ലോ എനിക്കറിയാം തന്നെ എന്ന് യേശുവിന് പറയുന്നുണ്ട്, പുത്രനാണെന്ന് അറിയാം. പക്ഷെ ആ അറിയിലല്ല ഈ അറിയില്ലേ. ഇതെങ്ങനെയാ? ഭാര്യ ഭർത്താവിനെ അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അറിയിലുണ്ട് അല്ലേ? ആഴത്തിൽ അറിയിലാണ്. ഭാര്യ ഭർത്താവിനെ അറിഞ്ഞു. ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, അവനെ പുത്രനെ പ്രസവിക്കുന്നതുവരെ അവൻ അവിടെ അറിഞ്ഞില്ല എന്നൊരു പദം ബൈബിളിൽ. അറിയുക എന്ന് സംഭവിക്കും. ഇതേപോലെ പിതാവിനെയും പുത്രനെയും കുറിച്ച് പരിശുദ്ധാത്മാവിൽ നാം ഒന്നാക്കപ്പെടുന്ന ആ അറിയില്ല എത്തുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നിത്യജീവൻ കിട്ടുന്നത്. ആണ് പ്രത്യേകത. അറിഞ്ഞാൽ മാത്രം പോരാ, അപ്പുറത്തേക്ക് ചെല്ലണം ആഴത്തിൽ. ഇത് പരിശുദ്ധാത്മാവ് സംഭവിക്കുന്ന കാര്യമാണ്. 5-ാമത്തെ വാക്യം ആദ്യാൽ പിതാവേ ലോക സൃഷ്ടിക്ക് മുമ്പ് എപ്പോൾ ടൈം അനാദിയിൽ എന്നാ പറയുന്നത് കേട്ടോ. എനിക്ക് അവിടുത്തോടു കൂടി ഉണ്ടായിരുന്ന മഹത്വം. അപ്പോ പുത്രൻ എപ്പോഴുണ്ട്? ലോക സൃഷ്ടിക്ക് മുമ്പ് പിതാവിന്റെ അടുത്തുണ്ട്. പിതാവിന് കൂടി ഉണ്ടായിരുന്ന മഹത്വമുണ്ട്. ആ മഹത്വത്തിൽ എന്ന് പറഞ്ഞ ദൈവികം, അവിടുത്തോട് കൂടെ എന്ന് പറഞ്ഞ ദൈവിക മഹത്വം പറയുന്നത്. മഹത്വത്തിൽ ഇപ്പോൾ അവിടെ സൈന്യത്തിൽ എന്നെ മഹത്വപ്പെടുത്തണമേ. തൃത്വം പറയുന്നത് പിതാവ് മുതൽ നമ്മൾ ബന്ധം പറഞ്ഞത്. 21-ാമത്തെ വാക്യം നമ്മെ പറ്റി പറയുക. അതിൽ എങ്ങനെയാണ് ബന്ധമെന്നും ബന്ധം എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിച്ചല്ലോ. ഇപ്പൊ 3 ആളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി. വചനത്തിലൂടെ തന്നെ ഈ ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കി. ആ ബന്ധം പറയുന്നത് പിതാവേ അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവിടെ നമ്മിൽ ആയിരിക്കുന്നതിനും അങ്ങനെ അവിടെ തന്നെ അയച്ചു എന്നും ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നായിരിക്കുന്നതിനെ അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? പിതാവ് ആരിലാണ്? എന്നിലും, ഞാൻ ആരിലാണ്? പിതാവിലും. അതെങ്ങനെയാ സംഭവം? പിതാവ് എന്നിലും ഞാൻ പിതാവിലും. അതെങ്ങനെയാ സംഭവം? അതാണ് പെരിക്കോർസിസ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ബന്ധം. പിതാവ് പുത്രനിലും പരിശുദ്ധാത്മാവിലും, പുത്രൻ പിതാവിലും പരിശുദ്ധാത്മാവിലും. ഇത് പരിശുദ്ധാത്മാവ് സംഭവിക്കുന്ന കാര്യമാണ്. അപ്പൊ ഇതേപോലെ ആര് എങ്ങോട്ട് പോകുന്ന പറയുന്നത്? പിന്നെ
പിതാവേ ഞാൻ അങ്ങ് എന്നിലും ഞാൻ അങ്ങിലും ആയിരിക്കുന്ന പോലെ ഇവരും നമ്മിൽ ഒന്നായിരിക്കേണ്ടതിന്. എങ്ങോട്ടാ പോണത്? നമ്മൾ മരിച്ച സ്വർഗത്തിലെത്തുമ്പോ എങ്ങോട്ടാ പോണത്? തൃത്വത്തിന്റെ പങ്കാളിത്തത്തിന്റെ ഉള്ളിലേക്ക് പോവാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ സ്വർഗത്തിൽ പോയി എന്താ അർത്ഥം? ദൈവത്തിന്റെ ഉള്ളിലേക്ക് പോവാണ്. പിതാവേ അങ്ങനിലും ഞാൻ അങ്ങിലും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മിൽ, ദൈവത്തിന്റെ ഉള്ളിലേക്ക്. എന്റെ ആത്മാവ്, എന്റെ ശരീരം, എന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്, പുത്രൻ, പിതാവ്, ഞാൻ ദൈവത്തിൽ കണക്ട് ചെയ്തു. അപ്പൊ അടുത്ത ആള് കണക്ട് ചെയ്തു, ഒന്നായി ചേരുക. ഇതാണ് സ്വർഗത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് ഞാന് 1 യോഹന്നാൻ 3-ാം അധ്യായത്തിലുള്ള വാക്യം വായിച്ചില്ലേ? അതിലെന്താ പറഞ്ഞത്? നാം എന്തായി തീരുന്നതിനെ വെളിപ്പെട്ടില്ലെങ്കിൽ ഒരു കാര്യം വരുന്ന അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും. അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും. ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്ന പോലെ തന്നെ വിശുദ്ധനാക്കുന്നു. നമ്മൾ എന്തിനാ നമ്മെ തന്നെ വിശുദ്ധനാക്കാനുള്ള കാരണം? നമ്മൾ ചിലർക്കാരെ നമ്മൾ ദൈവമക്കളാവുമ്പോൾ അപ്പൊ നമ്മൾ പാപികളായിട്ട് ദൈവമാവാൻ പറ്റുമോ? ദൈവം പരിശുദ്ധമായിരിക്കുന്ന പോലെ ഞാനും എന്നെ തന്നെ പരിശുദ്ധനാക്കണം. അതാണ് എന്റെ കണക്ഷൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് നമ്മൾ വിശുദ്ധരായിരിക്കേണ്ട എന്റെ അത്യാവശ്യം കിടക്കുന്നത്. പാപിയായ ദൈവം എന്ന് പറഞ്ഞ് എങ്ങനെ ഇരിക്കും? പോരാ, അപ്പൊ നമുക്ക് പരിശുദ്ധരാകണം, ദൈവത്തിൽ ഒന്നാവണം. അതാണ് ദൈവത്തിനുള്ളിലേക്ക് ഞാനും പെരിക്കോർസസ് ചെയ്യും എന്ന് പറയുന്നതിന്റെ അർത്ഥം. വിജയം മരിച്ചവനെ ഞാൻ എവിടെ ഇരുത്തും? പിതാവിന്റെ. ഞാൻ വിജയം മരിച്ച എന്റെ പിതാവിനോടൊത്ത് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ വിജയം മരിക്കുന്നവനെ എന്നോടൊത്ത് എന്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും. അപ്പൊ ഏത് കസേരയിലായിരിക്കണേ? മനസ്സിലായോ? ഞാൻ വിജയം വരിച്ച് എന്റെ പിതാവിനോടൊത്ത് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. ആരെ? യേശുപുത്രൻ. എന്നിട്ട് പറയാണ് വിജയം വരിക്കുന്നവന് എന്നോടൊത്ത് എന്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും. ഒരു കസേരയിൽ എത്ര പേര് കയറിയിരിക്കുന്നുണ്ട്? ദൈവത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ പോണേന്ന്, അല്ലാതെ പറ്റിയോ? ഹല്ലേലൂയ. ഇതാണ് മനുഷ്യന്റെ വിളി. ഇതാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഏതെന്നോട്ടത്തിൽ അങ്ങനെയാണെന്നേ, അതിലേക്കുള്ള വിളിയായി പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഇതാണ് ബൈബിളിൽ നമ്മൾ കാണുന്നത്. പിന്നീട് വിശുദ്ധ ജസ്റ്റിൻ ഇതിനെ പറ്റി 1-ാം നൂറ്റാണ്ടിൽ തന്നെ സംവദിക്കുന്ന ട്രിഫോയോട് AD 250 ഈ വിഷയത്തിന് തിയാസ് എന്ന പദം ഉപയോഗിച്ചു. ഇതൊന്നും തൃത്വം എന്ന വാക്ക് അവർ ഉപയോഗിക്കുന്നില്ല. അവരിങ്ങനെ പറയുന്നുണ്ട്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഒന്നാണ് എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ, സുവിശേഷത്തിലും ലേഖനങ്ങളിലൊക്കെ. എന്നാൽ ഇവിടെ തിയോഫിലസ് എന്ന് പറയുന്ന ഒരു വിശുദ്ധനാണ് 2-ാം നൂറ്റാണ്ടിൽ ചെയ്യുന്നത്, AD 200-കളിൽ ചെയ്യുന്നത്. 3-ാം നൂറ്റാണ്ട് പറയുന്നത് ഒരു മറ്റു മതത്തിൽപ്പെട്ട ഒരു വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഉപയോഗിച്ച പദമാണ്, പേഗ മതക്കാരൻ ഉപയോഗിച്ച പദമാണ് തിയാസ്. തൃത്വം എന്ന വാക്ക് പറഞ്ഞില്ല, പകരം പറഞ്ഞത് തിയാസ്. തെർത്തുല്യനാണ്, അദ്ദേഹം അഡ്വക്കേറ്റ് ആണ്, അദ്ദേഹം കുറച്ച് ഫിലോസഫി ഒക്കെ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് ഇതിന് കുറച്ചുകൂടി ഇതായിട്ട് ട്രിനിറ്റാസ് എന്ന പദം ഉപയോഗിച്ചത്. അതാണ് തൃത്വം എന്നുള്ള പദമായിട്ട് വരുന്നത്. തൃത്വം എന്ന് പറയുന്നത് ആ ഒരു ഏകൻ എന്ന് പറയുന്ന പോലെ ഒരു സംഭവത്തെ പറയുന്ന പേരാണ് തൃത്വം. ദൈവം മാത്രമേ അങ്ങനെയുള്ളൂ, അതുകൊണ്ട് പരിശുദ്ധ തൃത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം.